രാജപഥം തനിയെ കാലം രാപ്പകലോടി തളരും നഗരമുഖം കൊടിയും രാജപഥം ഇവിടെ തിരയാം ഇനിയും തേടാം കനവിൻ ചിറകിൽ പതിയും കനകം ഇടകലർന്നു നാം മിന്നി കാണാ പൊന്നും തേടി തളരും നഗരമുഖം പുതുമടിശീലത്തിലെത്തിയ സ്വപ്നം കൊടിയും രാജപഥം നനഞ്ഞ പെണ്ടുലമാടും രാവിൽ ക്ലോക്കിൽ റാക്കും ബ്രേക്കും ചിതലെടുത്തരേടുക തട്ടി മോഹം വീണ്ടും ട്രെയിനിങ് ലോക്കും നഗരവീതിയിൽ നേരം പോകാൻ ആരോ പാടിയോ തളരും നഗരമുഖം പുതുമടിശീലത്തിലെത്തിയ സ്വപ്നം കൊടിയും രാജപഥം നെഞ്ചിൽ നീളേ സ്വപ്നം വീണ്ടും കനവിലുള്ള ചിത്രം നാളെ വീണ്ടും കാണാം ഓരോ ദുഃഖം ഇവിടെ മൂകയാകുന്നു നീയും വാണം പാടിയോ തളരും നഗരമുഖം പുതുമടിശീലത്തിലെത്തിയ സ്വപ്നം കൊടിയും രാജപഥം തളരും നഗരമുഖം പുതുമടിശീലത്തിലെത്തിയ സ്വപ്നം കൊടിയും രാജപഥം ഇനിയും തേടാ കനവിൻ ചിറകിൽ പതിയും കനകം ഇടകലർന്നു നാം മിന്നി കാണാ പൊന്നും തേടിയോ സൽക്കർമ്മം ചെയ്തവർക്ക് ഭഗവാൻ അതിന്റെ ഫലം കൊടുക്കും. നാരായണ നാരായണ നാരായണ. എന്താ ബോധിച്ചില്ലേ? നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ സഹായിക്കുമെന്ന്. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അപ്പൊ പാപകർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ അല്ലേ? അണ്ടികളെ ഞണ്ണാരെ പോലെ തെക്ക് വടക്ക് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഓ, ഇതിനെ ഇവിടുന്ന് മാറ്റാൻ ആരും ഇല്ലേടാ ഇവിടെ. തളർവാദം പിടിച്ച് എഴുന്നേക്കാൻ വയ്യെങ്കിലും നാക്കിനൊരു കുഴപ്പമില്ല. എടാ ചന്ദ്രപ്പ, ഗുണ്ടുവാസു, ഞങ്ങളിവിടെ ഉണ്ട്. തന്തയാണെങ്കിൽ എന്നോട് തർക്കുത്തരം പറഞ്ഞാൽ ഇടപ്പള്ളി രാമനാര് സഹിക്കില്ല. പൊക്കിയെടുത്ത് അകത്തോട് വെക്കടാ. കുതിരഗോപാല, വലിയ മുതലാളി ഒന്ന് പൊക്കടാ പൊക്കടാ. ഒന്നിനൊക്കെ കൊള്ളാൻ താഴത്തിട്ട ചവിട്ടി ഞാൻ. അനങ്ങേറ്റും എന്റെ ചവിട്ടാൻ. എന്താടാ? അമ്പലക്കേസിന്റെ വിധി വന്നു. ജയിച്ചു. ജയിച്ചോ? ആര് പറഞ്ഞു? ആരും ഇനി പറയാനും അറിയാനുമില്ല. ഇടപ്പള്ളി തറവാട്ടി വന്ന് ഈ പാലാരിവട്ടം പേപ്പോസ് കള്ളം പറയില്ല. കേസ് ജയിച്ചു. എടാ ഗുണ്ടുവാസു, എടപ്പള്ളി രാമനാര് ജയിച്ചുള്ളതൊക്കെ പുണ്യകർമ്മങ്ങളാണെന്ന് എന്റെ തന്തയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ. നാളെ ഉച്ചയ്ക്ക് വാർഡിലെ എല്ലാവർക്കും എന്റെ വക സദ്യ. അത് വേണ്ട. ഉച്ചക്കിലത്തെ സദ്യ കളമശ്ശേരി കൃഷ്ണൻ നായർ ഭംഗിയാക്കാൻ ഏർപ്പാട് ചെയ്യും. ഇടപ്പള്ളിക്കാരി രാത്രി കഞ്ഞി കഴിച്ചാ മതി. കേസ് ജയിച്ചത് അവരാ. തോറ്റു തോറ്റു തൊപ്പിയിട്ടു. ഞാൻ എപ്പോഴും ഉപദേശിക്കണതാ നന്മ ചെയ്യണമെന്ന്. പൊക്കടാ, പൊക്കിയെടുത്ത് തന്നെ അവന്റെ മുന്നിൽ കൊണ്ട് വയ്ക്കടാ.
എടോ നിങ്ങളുടെ നേതാവ് വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഞങ്ങളുടെ പ്രസിഡന്റ് സഖാവ് ശങ്കരമേനോൻ കൃത്യനിഷ്ഠമുള്ള ആളാ. വരുന്നു പറഞ്ഞാൽ വരും. മുതലാളിയെ വിധി വന്നു, വിധി വന്നു. അമ്പലക്കേസിലെ വിധി വന്നു. എന്റെ ഭഗവതി, ഹൈക്കോടതിയിലെ പിയൂൺ എന്ന നിലയിൽ വിധി വന്ന ഉടനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ജയിച്ചോടാ. തോറ്റു. ഇനി ഇപ്പൊ മുണ്ടും തലയിട്ടോട് നടന്നാ മതി. നാണം കെട്ടു, നാളെയില്ലേ? അവിടെ ചെന്ന് ജയിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ അടി. എന്നാ പിന്നെ ഇവിടെ വന്ന് തോറ്റു എന്ന് പറയാന്ന് കരുതി. അപ്പോഴും അടി. തോറ്റനവരാ, ജയിച്ചത് നമ്മളും. എന്റെ ഫിലിപ്പോസേ, നേരാണോടാ, നമ്മള് ജയിച്ചല്ലേ? ആ സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. യുക്തിവാദി സംഘം സിന്ദാബാദ്. യുക്തിവാദി സംഘം സിന്ദാബാദ്. സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. യുക്തിവാദി സംഘം സിന്ദാബാദ്. യുക്തിവാദി സംഘം സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ശങ്കരമേനോൻ അഭിവാദ്യങ്ങൾ. ശങ്കരമേനോൻ അഭിവാദ്യങ്ങൾ. ശങ്കരമേനോൻ സിന്ദാബാദ്. സഖാവ് 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 ശങ്കരമേനോൻ സിന്ദാബാദ്. കളമശ്ശേരി കൃഷ്ണൻ നായർ, ദിസ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ്. എടാ ശങ്കര, നീ ഇവിടെ ഒരു മീറ്റിംഗിന് വരുന്നുണ്ടെന്ന് പത്രത്തിൽ കണ്ടു. എന്നാ വന്നൊന്ന് കാണാമെന്ന് വെച്ചു. നിനക്കൊരു മാറ്റമില്ലല്ലോ. അല്പം തടിച്ചു, അല്പം നരച്ചു. നിന്റെ കാര്യത്തിൽ അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ആ പിന്നെ മീറ്റിംഗ് കഴിച്ചിട്ട് വീട്ടിലൊന്ന് കയറിയിട്ടേ പോകാവൂ. ഷുവർ, 30 വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ. കേറുക മാത്രമല്ല, ചാപ്പാടും കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്താ പണിക്കർക്കറിയാവോ, ഞാൻ ഇവനും മഹാരാജ് സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചതാ. അന്നേ ഉണ്ട് ഇവൻ അല്പം സോഷ്യലിസം യുക്തിവാദവും ഒക്കെ. അന്നത്തെ ബുദ്ധിജീവിത്താന് ദാദാ ഇതുവരെ കളഞ്ഞിട്ടില്ല. നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഡൽഹി യൂണിവേഴ്സിറ്റിയില് റിട്ടയർ ചെയ്തതിനു ശേഷം എറണാകുളത്തെത്തി. ശിഷ്ടജീവിതം നാട്ടിലാവട്ടെ എന്ന് വെച്ചു. ആട്ടെ, ഇപ്പൊ നിന്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തവൻ ബാലേന്ദ്രൻ ഒരു കമ്പനിയിൽ എക്സിക്യൂട്ടീവാ. അവന്റെ ഇളയതിനെ കെട്ടിച്ചു. സണ്ണിലോ അമേരിക്കയില. അതിന്റെ ഇളയതും പെണ്ണ്, അവൾ പഠിക്കുന്നു. ഭാഗ്യവാൻ. എനിക്ക് 3 പെണ്ണാ. മൂത്തവളെ കെട്ടിക്കാൻ ആലോചന തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ജാതകമൊന്നും ചേരുന്നില്ലടോ. ജാതകം മാങ്ങാത്തൊലി. പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണെങ്കിൽ കല്യാണം അങ്ങ് നടത്തണോടോ. എന്റെ മോനാണെങ്കിൽ ഒരൊറ്റ പെണ്ണിനെയും ബോധിക്കുകയില്ല. അതാ കഷ്ടം. അല്ല, സാറിന്റെ മോന്റെ നാളെന്താ? പൂരുട്ടാതെ. പൂരുട്ടാതി പുരുഷനും അശ്വതി പിറന്ന അച്ചി നല്ല കോമ്പിനേഷനാ. കിഷൻ നായരുടെ മൂത്ത മകൾ അശ്വതിയുടെ നക്ഷത്രവും അശ്വതിയാ. എന്താടോ, നമുക്കിതൊന്ന് ആലോചിച്ചാലോ? കല്യാണാലോചനയ്ക്കും മറ്റുമല്ല ഞാനിവനെ ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതിനെ കാണുക. ആ, അതൊരു ബന്ധത്തിനുള്ള നിമിത്തമാണെന്ന് കരുതടോ. നമുക്ക് ജാതകം നോക്കാം. ആ, പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് റിട്ടയർ ചെയ്തെങ്കിലും അല്പം ജ്യോതിഷത്തിന്റെ ഏർപ്പാടുണ്ട്. ചെറിയൊരു ഹാബി, ദാറ്റ്സ് ഓൾ. രസകരമായ ഒരു കൂടിക്കാഴ്ച. ദാറ്റ്സ് ഗുഡ്. നമുക്ക് ആലോചിക്കാം. കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ, എന്നിട്ട് അവര് തീരുമാനിക്കട്ടെ. എന്നാ വൈകിക്കണ്ട. കേസ് ജയിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ക്ഷേത്രയോഗമല്ലേ ഞായറാഴ്ച. പെണ്ണുങ്ങൾ തിങ്കളാഴ്ച ആവാം. സൗദാമിനി, ഞങ്ങൾ സംസാരിച്ച് ഒരു പെണ്ണുകാലിന്റെ വക്ക് വരെ എത്തി. ഇവന്റെ മകൻ ബാലചന്ദ്രൻ നമ്മളുടെ മകൾ അശ്വതിയെ കാണാൻ തിങ്കളാഴ്ച വരിക. ഗുഡ് മോർണിംഗ് സർ. എന്താ വാസുദേവ? ബാലേന്ദ്രൻ സാറിനെ ഒന്ന് കാണണം. അവൻ ഉറങ്ങി എഴുന്നേറ്റോന്ന് അറിയില്ല. ഇന്നലെ രാത്രിയാ വന്നേ. എന്താ വിശേഷം? എന്റെ സ്കൂട്ടറിന്റെ കീ കളഞ്ഞുപോയി. ഇന്ന് ബന്ധായതുകൊണ്ട് ഒറ്റ വർക്ക്ഷോപ്പും തുറന്നിട്ടില്ല. എങ്ങനെയെങ്കിലും സ്കൂട്ടർ ഒന്ന് തുറക്കണം. അത് കൊള്ളാലോ. അവൻ ഇന്നലെ രാത്രി വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴേക്കും പൂട്ട് തുറക്കാൻ ആളെത്തി. ഞാൻ എന്റെ മകനെ MSc വരെ പഠിപ്പിച്ചത് പൂട്ടു തുറക്കാൻ വേണ്ടിട്ടല്ല. അവൻ എക്സിക്യൂട്ടീവാ, പൂട്ടു തുറപ്പനല്ല. അങ്ങനെ പറയരുത് സർ. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതിരിക്കുക. അത്യാവശ്യം ഒരു മരുന്ന് വാങ്ങാനാ. ചേടാ, ആർക്കെവിടെ പൂട്ട് വീണാലും എല്ലാരും കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയാലോ? ഇത് വലിയ ശല്യമായല്ലോ. എതിര് പറയരുത് സർ. അംബികെ, അവൻ എഴുന്നേറ്റോ നോക്ക്. അതെ, ഞാൻ ഈ പൂട്ട് തുറക്കുന്ന പരിപാടി നിർത്തി. ഇതും പറഞ്ഞ് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. അയാളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയുന്നു. നീ അതൊന്ന് തുറക്കാവോ നോക്ക്. അത് കൊള്ളാം.
എല്ലാരും എന്നെ പൂട്ടുതുറപ്പാന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. താക്കോലും കളഞ്ഞിട്ട് ആരെങ്കിലും വന്നാൽ തുറന്നു കൊടുക്കാനും പറയും. അമ്മയ്ക്ക് എന്താ അസുഖം? തലചുറ്റി വീണു. എപ്പോ? രാവിലെ. ഏതാ സ്കൂട്ടർ? കൈനറ്റിക്ക് കൊണ്ടയാ. അപ്പൊ സ്ലൈഡ് മതി. എന്റെ മുടി തുറന്നു കൊടുത്തിട്ടങ്ങ് തരാമേ. എടുത്തോണ്ട് പോടെ. പിന്നെ തറവാട് ക്ഷേത്രത്തിലെ കേസിന്റെയും വഴക്കിന്റെയും കാര്യം പറഞ്ഞല്ലോ. അമ്പലത്തിലൊരു ദേവപ്രശ്നം നടത്താൻ പോവുക. 3 മാസം കഴിഞ്ഞ് ട്രസ്റ്റ് തിരഞ്ഞെടുപ്പും. അതിന്റെ ഓട്ടത്തിലാ ഞാൻ. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു റിംഗ് എക്സ്ചേഞ്ച് നടത്താം. കല്യാണം ഇപ്പൊ നടത്തണ്ടെന്നോ? ഇപ്പൊ വേണ്ട, 3 മാസം കഴിഞ്ഞ് ചിങ്ങത്തിൽ വിവാഹം. ശരി, അങ്ങനെ ആവട്ടെ. എനിക്കും സാവകാശം കിട്ടുമല്ലോ. പിന്നെ ഗോപിയുടെ ഹസ്ബൻഡ് അപ്പോഴേ സ്റ്റേറ്റ്സിൽ നിന്ന് വരൂ. സൗദാമിനി, നീ എവിടെ എന്ത് ചെയ്യാ? അശ്വതിയെ വിളിക്ക്. അതെ, പെണ്ണുകാണിൽ നടക്കും തോന്നണില്ല. എന്തു പറ്റി? അശ്വതി പുറത്തേക്ക് ഇറങ്ങി വരില്ല. കാരണം? വരില്ല, അത്ര തന്നെ. എന്തോ നകൃഷ്ണനാരിത്, ആൾക്കാരെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നു. അയ്യോ, അങ്ങനൊന്നുമില്ല. ദേ, ഒന്നിങ്ങോട്ട് വന്നേ. അശ്വതി പുറത്തേക്ക് വരണ്ട, കൊല്ലം വരണം. പെണ്ണുകട കൊല്ലം വേണോ? കൊല്ലം പുഴത്തേക്ക് ഇവിടുത്തെ കാര്യം. നിങ്ങൾ വേഗം പോയാ കൊല്ലം കോവുന്നതിന്റെ മകനെ വിളിച്ചോണ്ട് വാ. അവരുമായി അവർക്ക് നിങ്ങൾക്ക് നാവെടുത്ത ഇതേ വരൂ. അതല്ല. അയ്യോ എന്റെ ഭഗവതി! എടാ ഗോവിന്ദ, പരമേശ്വര, വെളിയിലാരും ഇല്ലേടാ. എടാ വണ്ടി എടുത്തോണ്ട് പോയി കൊണ്ടനെ വിളിച്ചിട്ട് വേടാ. രാഹുകാലത്തിന് മുമ്പ് പെണ്ണുകാലിൽ നടക്കണം. എന്താ, എന്തു പറ്റി? മോള് ഡ്രസ് മാറാനായി റൂമിനകത്തേര് വാതിലടച്ചു. ഡോറിന്റെ ഓട്ടോമാറ്റിക് ലോക്ക് വീണുപോയി. താക്കോലും കാണാനില്ല. അവള് മുറിക്കകത്ത് കിടന്ന് ബഹളം വെക്കുക. ഇനിയിപ്പോ ഒരു കൊല്ലൽ വന്നാലേ പെണ്ണിനെ കാണാനൊക്കൂ. മുഹൂർത്ത സമയത്ത് ഏതായാലും പെണ്ണിനെ ഒരു കൊല്ലം കാണണ്ട. പൂട്ടിന്റെ കാര്യം ഞാൻ സോൾവ് ചെയ്യാം. എവിടെയാ മുറി? ദാ അവിടെ. സമാധാനായിട്ടിരിക്കേ. പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. വിഷമിക്കണ്ടെന്ന് പറയൂ, അവൻ തുറക്കും. തുറന്നു. എന്തായാലും ജാതകം കൈമാറാലോ. പ്രാഗ പ്രതിനിധിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ സമ്മതം മൂളുന്നു. ജാതകം കൈമാറിക്കൊള്ളൂ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. മുഹൂർത്തം വായിക്കാം. കൊല്ലവർഷം 1171 ചിങ്ങമാസം 4-ാം തീയതി കാലത്ത് 9:30-നും 10:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. വിവാഹത്തിന് ഉത്തമം. സത്യം പറഞ്ഞാൽ അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരു കുരുക്കാണ്. BA ഫൈനൽ എക്സാം ദിവസം പ്രിൻസിപ്പളിന്റെ മുറിയുടെ താക്കോൽ കാണാനില്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ അതിനകത്താ. അന്നൊരു ഹീറോ ഇമേജിന് വേണ്ടി ഞാൻ ചാടിയിറങ്ങി. കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു ചെത്തുവന്റെ തലയിരുന്ന ഹെയർപിൻ വലിച്ചൂരി കീ ഹോളിലിട്ട് ഒരു ഒറ്റ കറക്ക്. ഞാൻ അന്തം വിട്ടുപോയി. പൂട്ട് തുറന്നു. ഞാൻ ഹീറോയുമായി. ശരിക്കും തുറക്കാൻ അറിയില്ലായിരുന്നോ? എവിടെ, ഒരു നമ്പർ ഇട്ടതല്ലേ. സമയം നന്നായിരുന്നത് കൊണ്ട് ലോക്ക് ഓപ്പൺ. അതോടെ ഞാൻ സർവകലാ പ്രതിഭയായി. യൂണിവേഴ്സിറ്റി പൂട്ട് തുറപ്പൻ എന്ന പേരും കിട്ടി. പിന്നീട് ഒരിക്കൽ പ്രൊഫസറുടെ ഫോറിൻ ബ്രീഫ് കേസ് ഞാൻ തുറന്നു. അതുകൊണ്ട് പ്രാക്ടിക്കലിന് ഇത്തിരി മാർക്കും കൂടുതൽ കിട്ടി. പിന്നീട് നാട്ടിൽ ആർക്ക് താക്കോല് കളഞ്ഞാലും കൊല്ലനെ കണ്ടില്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് കൊല്ലന്റെ സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു. സത്യം തുറന്നു പറഞ്ഞാലും നാട്ടുകാർ വിടാതെയായി. പൂട്ട് തുറക്കുന്നതിലൊന്നും എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ ഈ പെമ്പിള്ളേരുടെ തലയിലെ സ്ലൈഡ് വെച്ചുള്ള കളിയൊന്നും വേണ്ട. എനിക്കിപ്പോൾ അശ്വതിയുടെ സ്ലൈഡ് ഉണ്ടല്ലോ. ഇനി എത്ര നാൾ കാത്തിരിക്കണം? നാശം പിടിച്ചൊരു ദേവപ്രശ്നം. അത് ദൈവത്തിന്റെ കാര്യമാ, കുരുത്തക്കേട് പറയരുത്. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ടെമ്പററി പെർമിറ്റ് ആയി. തൽക്കാലം അത് മതി. എന്താ?
Excuse me, do you know the luckiest bride in the world? Auntie Eda. Don't you know me? No, Ara. I am Ashwati Nair. Why Ashwati Nair? Yes.
സാർ ഇറങ്ങുന്നില്ലേ? ഇറങ്ങണം എന്നെനിക്കറിയാം. രാഹുകാലം കഴിയാൻ ഇനിയുമുണ്ട് 7 സെക്കൻഡ്. അത് കഴിഞ്ഞ് ഞാൻ ഈ മണ്ണി കാലുകുത്തു. ഇനിയുണ്ട് 3 സെക്കൻഡ്. 1, 2, 3. ഓക്കേ. ദേവി മഹാമായേ വിഘ്നേശ്വര. മാസങ്ങൾക്ക് ശേഷം കോടാലിപ്പറമ്പ് തറവാട്ടിലേക്ക് വലത് കാൽ വെച്ച് കയറാൻ തുടങ്ങുമ്പോ ഒരു ദുശകനം പോലെ കോടാലിയും കൊണ്ട് എതിരെ വരുന്നോടാ കഴുതേ. പിന്നെ കോടാലി പ്രകാശന്റെ മുമ്പിൽ കോടാലിയും കൊണ്ടല്ലാതെ പിന്നെ മഴവും കൊണ്ട് വരാൻ പറ്റൂ? എന്റെ പൊന്ന് സാറേ, സാർ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മുറുകി പിടിക്കുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. ഞാൻ എന്ത് മുറുകെ പിടിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ ഈ കോടാലി മുറുകെ പിടിച്ച് പോ. എന്റെ ഭഗവതി. ഭഗവതി. ഗുഡ് മോർണിംഗ് അലിയ. ഓ, വന്നപ്പോഴേ തുടങ്ങിയോ ശകനോ അപശകനോ ഒക്കെ? ഇപ്പോഴെങ്കിലും എഴുന്നള്ളാൻ തോന്നിയല്ലോ. ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. ബാലേട്ടന്റെ റിംഗ് എക്സ്ചേഞ്ചിന് എല്ലാരും തിരക്കി, ചെറുക്കന്റെ അമ്മാവും വന്നില്ലേന്ന്. എന്റെ ഒരു സ്റ്റാറ്റസും പൊസിഷനും വെച്ച് എല്ലാവരും തിരക്കി കാണും എന്നെനിക്കറിയാം. പക്ഷെ എങ്ങനെ വരാൻ പറ്റും? ബാലന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് ചേച്ചി എനിക്ക് എഴുതിയ കത്ത് കയ്യിൽ കിട്ടിയത് കറുത്തവാവിന്റെ. ഓ, അത് അപശകുനം. ആ വിവരം അളിയൻ ഫോണിൽ വിളിച്ചു പറഞ്ഞത് രാഹുകാലത്ത്. അത് അതിലേറെ അപശകുനം. എനിക്കപ്പോഴേ തോന്നി ഈ കല്യാണം നേരെ ജോയി നടക്കത്തില്ല എന്ന്. എന്റെ പൊന്നു പ്രകാശ, കുരുത്തക്കേട് പറയല്ലേ. എന്റെ പൊന്നംബിക ചേച്ചി, കറുത്തവാവും രാഹുകാലവും വക്രം ചെയ്തു നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളുമൊക്കെ വിവരമുള്ളവർക്കേ പറഞ്ഞാൽ മനസ്സിലാകൂ. നെല്ലിക്കാത്തളം വെച്ച് നിന്റെ ഭ്രാന്തിന് ചികിത്സിക്കേണ്ട സമയമായിരിക്കുന്നു. യുക്തിവാദിയായ സഖാവ് ശങ്കരമേനോന്റെ അളിയൻ പക്ഷിശാസ്ത്രവും ഗൗളിശാസ്ത്രവും പറഞ്ഞു നടക്കുന്നത് എനിക്ക് നാണക്കേടാ. എന്നെ കുറിച്ച് ഓർത്ത് ആരും ഇവിടെ നാണം കെടണ്ട. സ്വന്തമായി അധ്വാനിച്ച് ഇന്ന് ഈ വലിയ നിലയിലെത്തിയിരിക്കുന്നവനാണ് ഞാൻ. മലബാറിലെ പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. ഉർവശി, ഉർവശി, take it easy, policy. ഞാൻ ഈ പാട്ട് പാടിയപ്പോ സ്റ്റേഡിയത്തിൽ ഒരു ആറ്റം ബോംബ് വീണ റിയാക്ഷൻ ആയിരുന്നു. കലക്കി മറിച്ചളിയ. 10ാം ക്ലാസ്സും തോറ്റ് തെണ്ടിത്തിരിഞ്ഞ് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി നടന്ന നീയെ ഒരു ഗാനമേള ട്രൂപ്പ് ഇട്ടെങ്കിലും രക്ഷപ്പെട്ടല്ലോ. സന്തോഷമായി. നമ്മൾ അളിയന്മാരാണ്. അളിയൻ അളിയനായാ മതി, ഗുളികനാകരുത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജാതക പൊരുത്തം നോക്കിയിട്ടാണോ ബാലചന്ദ്രന്റെ വിവാഹം നിശ്ചയിച്ചത്? അശ്വതിയുടെ വീട്ടുകാരൻ നോക്കിച്ചു. നല്ല പൊരുത്തം എന്നാ പറഞ്ഞത്. Stupid. നീ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയോ? പറഞ്ഞു തുടങ്ങും. അവൾക്ക് എന്റെ ചില ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ജാതകവും പൊരുത്തവും ഒക്കെ നോക്കിയിട്ട് മതി ഈ കല്യാണം. 12ാം ഇടത്ത് വേടം കയറി നിൽക്കുന്ന പെണ്ണങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാലേ ഈ തറവാട് മുടിയും. പറഞ്ഞേക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ദോഷം നിങ്ങൾക്ക് തന്നെയാ. എന്തായാലും ഈ ജാതകം ഞാൻ വിശദമായിട്ടൊന്ന് പരിശോധിക്കും. അതൊരു അമ്മാവന്റെ അവകാശമാണ്. ആര്? പരീക്ഷ എങ്ങനെയിരുന്നു മോളെ? വളരെ ഈസി ആയിരുന്നു. എത്ര ഈസി ആയിട്ടും കാര്യമില്ല. നീ തോക്കും. നിനക്കിപ്പോ കണ്ടകശനിയാ. എങ്ങനെ എഴുതിയാലും നീ തോക്കും. പക്ഷെ ദേ ഇവർക്കിപ്പോ ബെസ്റ്റ് ടൈമാ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നീ BA എഴുത്, MA പാസ്സാകും. അതാണ് ടൈം. മതി, ഒന്ന് നിർത്ത. എന്നിട്ട് അകത്ത് പോയി വല്ലതും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. അയ്യോ, ചതിച്ച്. എന്താ ബല? ചെന്നിറങ്ങിയാൽ ഉടനെ വേൾഡ് ബാങ്ക് ടീമുമായി MD മൊത്തം ഒരു കോൺഫറൻസ് ഉണ്ട്. വലതുകാൽ വെച്ച് ഐശ്വര്യമായിട്ട് ഇറങ്ങിയപ്പോ ദാ നിൽക്കുന്ന അവസരം നേരെ എതിരെ. ആര്? നീ തന്നെ. ഓ, അവന്റെ ഒരു ഫുൾക്കൈ ഷർട്ടും കഫ്ലിങ്സും. ജില്ലാ കളക്ടർ അല്ലേ? കഴുത്തേൽ ഒരു കർച്ചീഫും വെച്ച് കൈലി കൊടുത്ത് നടക്കണേ. ബാല, വന്ന് കയറും മുമ്പേ നീ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നിനക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡ്രസ് മാക്സ് എ മാൻ. ഡ്രസ് മാത്രമല്ല, കയ്യിലിരിപ്പ് നന്നായിരിക്കണം. ഞാനില്ലാത്തപ്പം അമ്മാവനെന്നും പറഞ്ഞ് എന്റെ ഹോട്ടൽ മുറി കയറി താമസിച്ചിട്ട് ആ ജോൺ വർഗീസിന്റെ വാച്ച് അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോയതല്ല, എന്റെ പാട്ട് കേട്ടിട്ട് അയാൾ എനിക്ക് സമ്മാനിച്ചതാണ്. അയ്യ, സമ്മാനിച്ചത്. അച്ഛൻ അറിയൂ, 3 മണിക്കൂർ നേരം അവന്മാരെ പാട്ടുപാടി വധിച്ചതും പോലെ രാവിലെ ആയപ്പോ വാച്ച് കാണുന്നില്ല. എവിടാ വാച്ച്? അത് ഞാൻ പണയം വെച്ചു. ഇന്ന് തന്നെ എടുത്തു തരണം. ഇനിയിപ്പോ അത് എടുത്തു തരാൻ പറ്റില്ല. ഞാനത് വിറ്റു. വിറ്റോ? പണയം വെച്ചു. പണയം വെച്ചോ? വിറ്റു. സത്യം പറയണം. എന്നാ കൊണ്ടുപോയി കൊടു. ആർക്ക് വേണം എന്റെ ഈ ചീപ്പ് വാച്ച്? കൊണ്ടുപോയി കൊടു. എല്ലാരും കണ്ടല്ലോ, അമ്മാവനൊക്കെ ശരിയാണ്. പക്ഷെ വീട്ടിനകത്ത് കയറുമ്പോ ഒരു കണ്ണ് വേണം. പരമ കള്ളൻ. അയാൾ എനിക്ക് സമ്മാനിച്ചാണ് അളിയാ. പിന്നെ എല്ലാരും വെള്ളമായിരുന്നു. ഇപ്പൊ തന്നാണാ എടുത്താണാ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായില്ല. ബാ അടി ചേച്ചി, ചോരവിളമ്പ്. റിഹേഴ്സലിന് പോണം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. அந்த அரபிக்கடலோரம் கண்கள் கண்டேனே, அந்த கண்கள் கண்டேனே. அம்மா 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 அம்மா. നമസ്കാരം സർ. എന്താ വേണ്ടത്? ഞാനൊരു പാട്ടുകാരിയാണ്, ചെമ്പകശ്ശേരി ശകുന്തള. ഈ ട്രൂപ്പിൽ പാടാൻ കൊതിക്കുന്ന പ്രകാശ സാറിന്റെ ഒരു ആരാധികയാണ് ഞാൻ. പാടിപ്പാടി വിഷമിച്ചു പോവുമല്ലോ. ഈ ട്രൂപ്പിൽ എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തൂ.
ഈ ട്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തണോ? നിന്റെ അസുഖം വേറെയാ. ഈ രോഗത്തിന് ചികിത്സിക്കേണ്ട ഞാനല്ല, ഏതെങ്കിലും മെന്റൽ ഡോക്ടറാണ്. പ്രകാശൻ സാറേ, ഞാൻ സാറിന്റെ ഒരു ആരാധികയാണെന്ന് കേറി വന്നപ്പോഴേ പറഞ്ഞതാ. ആ എന്നെയാണ് താൻ ഇൻസൾട്ട് ചെയ്തത്. കുറച്ച് ദിവസമായിട്ട് നീ എന്റെ പുറകെ ചുറ്റിക്കിറങ്ങുക. എന്താ നിന്റെ ഉദ്ദേശം? മിസ്റ്റർ ഫിലിപ്പോസ്, പിടിച്ച് പുറത്താക്കണോ ഇതിനെ? അത് ഞാൻ ഏറ്റു. എന്നെ പിടിച്ച് പുറത്താക്കാൻ നിനക്ക് അത്ര ധൈര്യമുണ്ടോ? ഓടാലിപ്പറമ്പിൽ പ്രകാശന്റെ ഗാനമേള ട്രൂപ്പിൽ കടന്നു കയറി എന്റെ ഡ്രമ്മറത്തല്ല നീ ആരടി? താൻ കോടാരിയാണെങ്കിൽ ഞാൻ വെട്ടുകത്തിയാണോ? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് താൻ എന്നെ അവമാനിച്ചത് തന്നെ ഞാൻ വെറുതെ വിടത്തില്ല. സത്യം, എന്റെ പരമാര മുത്തിയാണ് സത്യമേ. ചെവി നുള്ളിക്കോ. നാണമില്ലടോ ഒരു പെണ്ണിനെ ഇന്ന് തല്ലുവാങ്ങാൻ. തിരിച്ചടിച്ചോ തനിക്ക്? ലീഡറെ, അവളെ തിരിച്ചടിക്കാൻ എനിക്ക് കരുത്തില്ലാഞ്ഞിട്ടല്ല. അവൾ ആരാണെന്നറിയോ? കളമശ്ശേരി ആലുവ പ്രദേശത്തെ പ്രധാന റൗഡി ചെമ്പകശ്ശേരി ചന്ദ്രപ്പന്റെ സഹോദരിയാണവൾ. അവനുമായിട്ടാണ് താൻ അംഗം കുറിച്ചോ ഓർത്തോ? ദേ, ഇതോടെ ഞാൻ എന്റെ ഡ്രം അടിച്ച് നിർത്തുക. ഇനി അവനിങ്ങോട്ടൊന്ന് കൂടും കുടുക്കെടുത്ത് പുറത്തേക്ക് എറിയുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് പോവുക. മിസ്റ്റർ ഫിലിപ്പോസ്, നിൽക്ക്. ആരെയും ഭയക്കാത്തവനാ ഞാൻ. ചന്ദ്രപ്പനെ ഞാൻ ഡീൽ ചെയ്തോളാം. തുടങ്ങിക്കോ. റെഡി? 1 2 3. എന്നവളെ അടി എന്നവളെ എൻ ഹൃദയത്തെ തുലൈത്തു വിട്ടേ. ചിക്കുമുക്ക് ചിക്കുമുക്ക് റൈലേ നിനക്കത് പറയ്. ചതിച്ചു കൊല്ലിനെ കൊല്ലുന്നില്ല. എന്താ എന്ത് പറ്റി? ഇനിയിപ്പോ എന്ത് പറ്റാൻ? നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോ ഒരു കണ്ടം പൂച്ച കുറുകയല്ല കാലിൽ തന്നെ ചാടി കയറി. ഇന്നിനിപ്പോ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടാവുമോ? എന്റെ പ്രകാശം മാമ, കുറെ കഷ്ടം തന്നെയാ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ജന്മം. ഗൗളി ശാസ്ത്രവും പക്ഷിശാസ്ത്രവും പോലെ പൂച്ച ശാസ്ത്രവും സത്യമുള്ളതാണ്. പതുക്കെ ശങ്കരനോട് കേട്ടോണ്ടിരിപ്പുണ്ട്. ആര് കേട്ടാലും ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഈ ഏരിയയിലെ മുഴുവൻ പൂച്ചയും കൊന്നിരിക്കണം. പൂച്ചയെ കൊല്ലുന്നതിനേക്കാൾ ഭേദം എന്നെ കൊല്ലുന്നതാവും എന്നായിരിക്കും അളിയൻ പറയാൻ പോകുന്നത്. അളിയൻ ഇതും പറയും ഇതിലപ്പുറവും പറയും. ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ. ഇപ്പൊ യമകണ്ടക സമയമാണ്. ഈ സമയത്ത് പൂച്ച കുറുകെ ചാടിയാൽ അപകടം ഉറപ്പാ. ഉടനെ അമ്മാവനൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. ഓഹോ, അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് മെന്റലാണെന്ന് അല്ലേ? മാറ്. കോടാലി, കോടാലി പ്രകാശ. കോടാലി നിന്റെ അച്ഛൻ. അച്ഛനെ അല്ലടാ, നിന്നെ വിളിച്ചേ. തലയിലിട്ടിടിച്ചിരുന്നു ഊളനെ പോലെ ഓരിട്ടാണോ വിളിക്കുന്നത്? അയ്യേ, ഊളനെയും കരുതിയും തിരിച്ചറിയാൻ മേത്ത കോടാലി. പോയ കാര്യം എന്താടാ? ഈ പാലാരിവട്ടം ഫിലിപ്പോസ് ഒരു കാര്യം ഏറ്റതാ. പിന്നെ അതും കൊണ്ടേ പൊങ്ങു. കിടന്ന് വട്ടം ചുറ്റാതെ കാര്യം പറയടാ. അശ്വതിയുടെ ജാതകം കിട്ടിയോ? കിട്ടിയെന്ന് മാത്രമല്ല, ഏലൂർ ഗോപാലൻ ജോൾസിന്റെ ശിഷ്യനിൽ നിന്ന് ഈ ജാതകത്തെ കുറിച്ചുള്ള ചില ഡെൽക്കോകൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. ജാതകം എവിടെ? ജാതകം ജോത്സ്യൻ എന്ത് പറഞ്ഞു? പെണ്ണിന് കേസരി യോഗം വല്ലതും ഉണ്ടോടാ? കേസരിയല്ല, പെണ്ണിന് ഗജകേസരി യോഗം, അമലായോഗം, ശശിമംഗള യോഗം ഒക്കെ ഉണ്ടെന്നാ അയാള് പറഞ്ഞത്. അവള് വലതുകാല് വെച്ച് വന്ന് കയറുന്ന വീടിന് സർവ്വ ഐശ്വര്യവും. അപ്പൊ നടത്താല്ലേ? എന്ത് വില കൊടുത്തും നടത്താം. പിന്നെ ചെറിയൊരു കുഴപ്പം. എന്ത് കുഴപ്പം? അത് ഞാൻ പറയുന്നത് ശരിയല്ല. പറഞ്ഞാൽ നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. നീ പറയാതിരുന്നാലാണ് എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. പറയടാ. പറയുമ്പോ നീ ഞെട്ടരുത്. ഈ ജാതകക്കാരിയുടെ വിവാഹം നടന്നാൽ ഭർത്താവിന്റെ അമ്മാവന് ചില ദോഷങ്ങൾ ഉണ്ടാകുമെന്ന്. അത് കുഴപ്പമില്ല. ഭർത്താവിന്റെ അമ്മാവനാ? അത് ഞാനല്ലേടാ? അതെ. എന്ത് കുഴപ്പം? അതൊന്നും തുറന്നു പറയുന്നില്ല. സംഗതി അല്പം അപകടമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും നീ സൂക്ഷിക്കണം. ആ ജോത്സ്യന്റെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് സംശയം കൂടി. ദിനപ്പൊരുത്തം, രാശിപ്പൊരുത്തം, രാജാധിപ പൊരുത്തം, വേദം, സഞ്ജു, ഗണം എന്നിങ്ങനെ 10 പൊരുത്തങ്ങളിൽ 8ഉം ഉത്തമാണേ. വധുവരന്മാരുടെ ഭാവി ജീവിതം സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി സന്തുഷ്ടമായിരിക്കുമ്പോ നടത്തിക്കോളൂ. ഈ പെണ്ണിന്റെ ജാതകവശാൽ ഭർത്താവിന്റെ അമ്മാവന് വല്ല കുഴപ്പവും ഉണ്ടാകുമോ? അതൊന്നും കാര്യമാക്കണ്ട. പയ്യന്റെ അമ്മാവൻ എന്ന് പറയുമ്പോ തന്നെ വയോവൃദ്ധനായിരിക്കുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ സമാധാനിക്കുക. വയോവൃദ്ധനാണോ യുവാവാണോ എന്നൊന്നും ആശാൻ നോക്കണ്ട. ഭർത്താവിന്റെ അമ്മാവന് വല്ല പ്രശ്നവും ഉണ്ടാവുമെങ്കിൽ അത് തുറന്നു പറയണം. 9ാം ഭാവാധിപനായ ബുധൻ അഷ്ടമാധിപനോട് കൂടി നീചത്തിൽ നിൽക്കയാൽ ഭർത്താവിന്റെ അമ്മാവനെ നാശം സംഭവിക്കുന്ന ആ ഫലം. വിവാഹം നടന്ന് 8ാം നാൾ ഭർത്താവിന്റെ അമ്മാവൻ മരിക്കും.
അപ്പൊ 9-ാം ദിവസം ശവസംസ്കാരം നടത്താം അല്ലേ അച്ഛനെ? അപ്പൊ വൈകുന്നേരം അനുശോചനയോഗം വേണം. അതിനു മുമ്പ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കണം. ഏയ് ഇതങ്ങനെ പൊതുദർശനത്തിന് വെക്കാൻ പറ്റിയ ബോഡിയല്ല. ഓർക്കസ്ട്രയുടെ പേരിൽ ഒരു റീത്ത് വെക്കാം, അത് മതി. പിന്നെ കടങ്ങളൊക്കെ കൊടുത്തു തീർത്ത് അന്തസ്സായിട്ട് മരിക്കണേ. അപ്പൊ ഓർക്കസ്ട്രയോ? അത് ഞാൻ എഴുതി മേടിക്കാം. നിനക്ക് അന്ത്യാഭിലാഷം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോണം. നിനക്ക് ഇലക്ട്രിക് ശ്മശാനം വേണോ അതോ നാടൻ കുഴി തന്നെ മതിയോ? ഗായകൻ എന്ന നിലയിൽ നിന്റെ തലച്ചോറ് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വൃക്കയും കണ്ണുകളും എങ്കിലും നീ സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യണം. ഉറപ്പാണോ ജോത്സരെ? ഉറപ്പ്. ഹതഭാഗ്യനായ അമ്മാവായി ഞാനാണ് ജോത്സരെ. അപ്പൊ ചെറുപ്പാണല്ലേ? കർക്കിടക രാശി ലഗ്നമായി വരികയും ചൊവ്വ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് അഷ്ടമാധിപനെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യാൽ ഈ ഫലം ഉറപ്പാ. നിങ്ങളുടെ ആയുസിന് ദോഷം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ വിവാഹം നടത്താതിരിക്കുന്നതാ നല്ലത്. ഞാൻ പ്രവചിച്ചിട്ടുള്ളതൊന്നും ഇതുവരെ ഫലിക്കാതിരുന്നിട്ടില്ല. പ്രകാശ, നീ വിഷമിക്കണ്ട, സമാധാനമായിട്ട് മരിക്ക്. വേണ്ട പ്രകാശ, വേണ്ട. ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഈ വീട്ടിൽ ആരെ അടിച്ചേൽപ്പിക്കാൻ നീ ശ്രമിക്കണ്ട. മഞ്ഞുമ്മൽ മണികണ്ഠൻ ജോത്സ്യൻ ഗണിച്ചു പറഞ്ഞാൽ അത് പിഴക്കില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ബാലൻ അവളെ കെട്ടി എട്ടിന്റെ അന്ന് ഞാൻ തട്ടിപ്പോവളിയാ. നിന്റെ സഹോദരിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ജാതകവും മുഹൂർത്തം ഒന്നും നോക്കിയില്ലല്ലോ. ജാതകപ്രകാരം നിന്റെ പെങ്ങൾക്ക് ചൊവ്വാദോഷമില്ലേ? എന്നിട്ട് എന്ത് ദോഷം ഞാൻ കൊണ്ടായി? ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ അളിയനെ കണ്ടിട്ടുള്ളത്. കാലന്റെ സ്ഥാനത്ത് കയറി അളിയൻ നിൽക്കരുത്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാനാണെങ്കിൽ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലയാ. രക്ഷപ്പെടുന്ന ഗണത്തിൽപ്പെടുന്നവനല്ല നീ. അളിയനായ അന്ന് മുതൽ അളിയൻ എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടാലിപ്പറമ്പ് തറവാട്ടിലെ 7 സഹോദരിമാരുടെ ഒരേ ഒരു കോടാലി കുഞ്ഞാങ്ങളെ അല്ലേ അളിയാ ഞാൻ. പക്ഷെ പ്രയോജനമില്ലല്ലോ. കല്യാണക്കുറി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിന്റ് ചെയ്യാൻ ഇന്ന് തന്നെ പ്രസ്സിൽ കൊണ്ടുപോയി കൂടെ. എന്നാ പിന്നെ അതിന്റെ കൂടെ എന്റെ സഞ്ചയനത്തിലുള്ള കാർഡ് കൂടി അടുപ്പിച്ചോളിയാ. അത് കേട്ടോ, ഗൗളി ജലച്ചു. ഗൗളിക്ക് വയറ് വെച്ചെന്നിട്ട് ചലിച്ചതാ പ്രകാശ. എന്നാ പിന്നെ ഗൗളിക്ക് ഞാൻ ചില്ലിച്ചിക്ക മാറ്റി കൊടുക്കാം. ഇത് ബിഷപ്പിന്റെ വിളി അല്ലളിയാ, അപശകുനത്തിന്റെ മുന്നറിയിപ്പാ. ഇങ്ങനെയൊക്കെ ദോഷം ഉണ്ടാവുമെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ? അതാ എന്റെ അഭിപ്രായം. വെറുതെ പ്രകാശമാമനെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷവും വരുത്തി വെക്കുന്നത് ഇവനാ. കല്യാണക്കാരിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വല്യമ്മാമന്റെ കല്യാണത്തിന് എനിക്കും പട്ടുപാവാട വേണം മുത്തച്ഛാ. എന്റെ മൂക്ക് മുത്തച്ഛൻ പട്ടുപാവട തന്നെ വാങ്ങിത്തരാം. എന്തിനാ പട്ടുപാവാട മാത്രമാക്കുന്നത്? എന്റെ ഡെഡ് ബോഡിയിലിടാൻ ഒരു പട്ടും കച്ചയും കൂടി വാങ്ങിച്ചോളൂ. ജാതകം പിഴക്കില്ല. കല്യാണം നടന്നാൽ 8-ാം ദിവസം ഇവിടെ ഈ തറയിൽ കാലിങ്ങല മലർന്നു കിടക്കും. കുരുത്തക്കേട് പറയാതെ പ്രകാശ. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയോട് പോലും വിധി നടപ്പാക്കും മുമ്പ് ജഡ്ജി ചോദിക്കും, ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്. ആ ദൈവം പോലെ ഈ വീട്ടിലാർക്കും എന്നോടില്ലേ? അമ്മാവും വിഷമിക്കണ്ട. എന്തെങ്കിലും പരിഹാരവും പൂജയും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ട് വിവാഹം നടത്തിയാൽ മതി. പരിഹാരം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഞാനും ബാലനും തമ്മിൽ നേരിൽ കണ്ടാൽ കീരിയും പമ്പുവാണെങ്കിലും എന്റെ ആയുസ്സിന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യില്ല. എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. ഈ വിവാഹം അവൻ വേണ്ടെന്ന് വെക്കും. വരട്ടെ. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞുള്ള ഈ കാത്തിരിപ്പ് വല്ലാത്തൊരു ശിക്ഷയാണ്. ഇനി 2.5 മാസമല്ലേ ഉള്ളൂ. ഒന്ന് സമാധാനായിട്ടിരുന്ന്. ഈ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടല്ലേ? മുഹൂർത്ത സമയത്ത് താലി കെട്ടുമ്പോ വർഷങ്ങളായി പ്രേമിച്ച പെണ്ണിനെ കിട്ടിയ ഒരു സന്തോഷം. അതെ, എന്റെ മനസ്സിന്റെ പൂട്ട് തുറന്നതുപോലെ ഈ ഗ്യാപ്പിനിടയിൽ വേറൊരു പെണ്ണിന്റെ മനസ്സിന്റെ പൂട്ട് തുറക്കരുത് കേട്ടോ. ഹേയ്, പെണ്ണുങ്ങളുടെ മനസ്സ് തുറക്കുന്ന താക്കോല് ഞാൻ കടലിലെറിഞ്ഞു. അപ്പൊ കൊറേ നമ്പർ കാണിച്ചിട്ടുള്ള ആളാണല്ലേ? ജീവിതത്തിനൊരു ത്രില്ലൊക്കെ വേണ്ടേടോ. കുറച്ച് നമ്പരൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ തന്റെ മോതിരം വിരലിൽ കയറിയതോടെ എല്ലാം വെച്ച് കിട്ടി. സത്യം, പ്രോമിസ്, സത്യടോ. ചേടാ, ഇത് കുറെ നേരമായാലും റിസീവറും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളും കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടേ. ഫോൺ കട്ടേടെ, ഞങ്ങൾക്ക് വിളിക്കാനുള്ള. ഇത് വലിയ ശല്യമായല്ലോ. എന്താ ബാലേട്ടാ? സ്വർഗത്തിലെ കട്ടുറുമ്പുകള് ആ PCയിലെ ശാന്തകുമാറും യുണീക്കിലെ പ്രതാപനുമാ. ഒരു മിനിറ്റേ. എടേ പ്ലീസ്, അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. പിന്നെ വാടേ പുറത്ത് പോയാൽ അങ്ങനെ വിളിക്കാം. അസൂയ, ഞാൻ വരട്ടി വിട്ടു.
പാവങ്ങൾ പേടിച്ചു പോയി. ആ പിന്നെ ഇത്തവണ ഫോണിന്റെ ബില്ല് വരുമ്പോ അച്ഛൻ ഞെട്ടിപ്പോവും. ഇന്നലെ 10 മണിക്ക് റിസീവറും പിടിച്ചിരുന്നിട്ട് 1:30 കട്ട് ചെയ്തത്. റിംഗ് എക്സ്ചേഞ്ചിനും കല്യാണത്തിനിടയിലുള്ള ഗ്യാപ്പ് ടെലിഫോൺ വകുപ്പിനൊരു ഭാഗ്യമാണ്. കട്ടാക്കരുത്. കട്ടായി. നിന്നോടാരാ പറഞ്ഞ ഫോൺ ബാല, നീ എന്നെ രക്ഷിക്കണം. വല്ല ചെറ്റത്തരം കാണിച്ചിട്ട് രക്ഷപ്പെടാൻ ഇങ്ങോട്ട് കയറി വരണ്ട. പോടാ പുറത്ത്. അങ്ങനെ പറയല്ലേ ബാല, എന്റെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലാ. നിനക്ക് മാത്രമേ എന്നെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂ. ഇതിനു മുമ്പ് പല പ്രശ്നത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഈ മോഷണത്തിന് പിടിച്ചു പറിക്കും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. നീ പോയ ബാല, അതൊക്കെ ഞാൻ നിർത്തി. എന്റെ ജീവനാ എനിക്കിപ്പോ വലുത്. നീ വാ, എല്ലാം ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ ഫോൺ ചെയ്യട്ടെ. ഫോണൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. നിനക്ക് ഫോൺ ചെയ്യാൻ ഞാൻ ഒരു എസ്റ്റിന് ബൂത്ത് ചെയ്തിട്ടും. എന്താ ഒക്കെ ഞാൻ പറയാം. നീ വാ, ആദ്യം എന്റെ ടെൻഷൻ ഒന്ന് കുറയട്ടെ. നീ കാര്യം പറ. സംഗതി വളരെ സീരിയസാ. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അത് വേണ്ട. മുറിക്കകത്ത് കേട്ടുന്ന പ്രശ്നമേ ഇല്ല. കഴിഞ്ഞ തവണ വന്നു കയറി എന്നെ 1 മാസം ഓസി കൊളവാക്കിയത് ഓർമ്മയില്ലേ? ബാല, സത്യമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല. ഓസം വന്നതല്ല, എന്റെ സഹായം അഭ്യർത്ഥിക്കാൻ വന്നതാ. പാടാ, അകത്തോട്ടിരിക്കാം. എന്റെ പൊന്ന് പ്രകാശം മാമ, കുറെ കാലമായിട്ട് നിന്റെ അടവുകൾ 18 ഞാൻ കാണുന്നല്ലേ. എന്തെങ്കിലും ദുരുദ്ദേശമില്ലാതെ നീ എന്നെ കാണാൻ വരത്തില്ലെന്ന് എനിക്കറിയാം. കാലന്റെ അമ്മയ്ക്ക് കഞ്ഞി വെച്ചവനല്ലേ നീ. കാലൻ കാലൻ കാലൻ. ബാല, നീ കാലാന്ന് മാത്രം പറയില്ലേ. കാലന്റെ വരവില്ലാണ്ടാക്കാനാ ഞാനിപ്പോ വന്നത്. അതിന് കാലനെ കൺട്രോൾ ചെയ്യുന്നത് ഞാനല്ലല്ലോ. ഇപ്പൊ എന്റെ കാര്യത്തിൽ കാലനെയും നിനക്ക് കൺട്രോൾ ചെയ്യാം. എന്റെ ജീവൻ ഇപ്പൊ നിന്റെ കൈകളിലാണ് ബാല. നിന്റെ ജീവൻ എന്റെ കൈവെള്ളയിൽ വെക്കാൻ ഞാൻ ആരാ ബ്രഹ്മാവും? എന്താ വേണ്ടെന്ന് വെച്ചാ തുറന്നു പറഞ്ഞിട്ട് സ്ഥലം വിട്ടോ. ഇതിനകത്ത് കയറി താമസിക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ അത് നടക്കില്ല പ്രകാശം മാമ. നമ്മൾ അമ്മാവനും മരുമോനും ആയിരിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും ചേരൂല. ബാല, നീ എന്നെ ഡീമോറലൈസ് ചെയ്യരുത്. അത്രയ്ക്ക് തരം താണവനല്ല ഞാൻ. ഒരേ ഒരു ഉപകാരം നീ ചെയ്താൽ മതി. അശ്വതിയെ നീ വിവാഹം കഴിക്കരുത്. കൊടുകൈ 95-ലെ ബെസ്റ്റ് തമാശ. അസൂയ, നിനക്ക് അസൂയാണ്. ഒരു സുന്ദരിയായ പെണ്ണെ ഞാൻ വിവാഹം കഴിക്കുന്നതിനുള്ള അസൂയ. അസൂയ അല്ല ബാല, ജീവിച്ചിരിക്കാനുള്ള കൊതി കൊണ്ട് പറയുന്നതാ. ദയവേത് എന്റെ റിക്വസ്റ്റ് നീ തള്ളിക്കളയരുത്. ദേ, അശ്വതി നീ കെട്ടരുത് പ്ലീസ്. എങ്ങനെ നിനക്ക് അവളെ നോട്ടമുണ്ടോ? വെറുതെ തരാമെന്ന് പറഞ്ഞാലും അപശകുന സമയത്ത് ജനിച്ച അവളെ എനിക്ക് വേണ്ട. ഇല്ലെങ്കിൽ വെച്ചോണ്ട് വിളിക്കുന്നു. അവളിപ്പോൾ എന്റെ ജീവന്റെ ജീവനാണ് പ്രകാശ. ബാല, അവൾ നിന്റെ ജീവനായിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ അമ്മാവിന് ആയുസിന് കോട്ടമുണ്ടാവുമെന്ന് അവളുടെ ജാതകത്തിലുണ്ട്. നീ അവളെ കെട്ടിയാൽ കെട്ടാൻ ദിവസം എന്റെ കാറ്റ് പോകും ബാല. കൊടാ കൈ. നിന്റെ കാറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവനാ ഞാൻ. സത്യം ബാല, ഒരനന്തരവനും ഇത്ര ക്രൂരനാകാൻ പാടില്ല. ദയവീത് നീ അവളെ കെട്ടരുത്. ജാതക ഫലം പിഴക്കില്ല ബാല. ഇതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. എന്റെ അച്ഛനും വിശ്വാസമില്ല. അതുകൊണ്ട് മേലാൽ ഈ കാര്യം പറഞ്ഞ് ഇതിനകത്ത് വന്നു പോരും. ബാല, ബാല, നിക്ക് ബാല. ബാല, ഞാൻ നിന്റെ കാല് പിടിക്കാം. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പറയുക. ഒരു പാവമാത്മാവിനെ നീ പരലോകത്തേക്ക് പറഞ്ഞു വിടരുത്. ഈ കാര്യം മാത്രം നീ എന്നോട് പറയണ്ട. അവളുടെ കൊലച്ചിരി പ്രകാശ, ഫോട്ടോയിൽ തൊട്ടു പോരുത്. തൊട്ടാൽ നിന്റെ മരണം എന്റെ കല്യാണത്തിന് മുമ്പേ നടക്കും. ഫോട്ടോ എടു. ഫോട്ടോതാ. ദുഷ്ടനാണ് നീ. എത്ര സുന്ദരിയാണ് ഇവൾ. അയ്യേ, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അതെന്റെ അശ്വതിയെ മാത്രമായിരിക്കും. സത്യം സത്യം സത്യം. നമുക്ക് കാണാം. പ്രകാശ, നീ വേണമെങ്കിൽ ഇതാ ഒരു ലാർജ് അടിച്ചിട്ട് പോടേ. ബുദ്ധി വളരട്ടെ. ആർക്കാണ് ബുദ്ധി വളരേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാടാ. പ്രകാശമാമ നിന്നെ. എന്റെ മനസ്സ് മാറിയോ? അതല്ല, ഞാൻ എത്ര ഭാഗ്യവാനാണ്. എങ്ങനെ? ഒരു വെടിക്ക് 2 പക്ഷി. അതെങ്ങനെ? എന്റെ വിവാഹവും നിന്റെ മരണവും. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു. ചോദിച്ചോളൂ. നിനക്ക് അവളെ തന്നെ വേണോ? വേണം. എങ്കിൽ ഈ കോടാലിപ്പറമ്പിൽ പ്രകാശൻ പന്തയം വയ്ക്കുന്നു. നിന്റെ തന്തയോടും ഇതേ പന്തയം വെച്ചിട്ടാ ഞാൻ ഇറങ്ങിപ്പോന്നത്. നീ അവളെ കെട്ടില്ല. ഞാൻ ഈ കല്യാണം കലക്കി മറിക്കും, കലക്കി പൊളിക്കും. ഓക്കെ, ചിയേഴ്സ്. ഓടാ. എല്ലാ ലീഡർമാർക്കും ഇപ്പോ കണ്ടകശനിയാ. ശങ്കരബേനു സാറിന് ജാതകത്തിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്തതാണ് ഏറ്റവും വലിയ പാര. അതിനേക്കാൾ വലിയ പാര എന്റെ അനന്തരവൻ ബാലേന്ദ്രനാ. അവൻ കുളത്തി കേറുന്നുമില്ല, കുളത്തി കിടക്കുന്നുമില്ല എന്ന മട്ടിലാ ഫിലിപ്പോസെ. എന്റെ പുക കണ്ടേ അവൻ അടങ്ങൂ. ചുമ്മാ ലീഡർ എന്ന് പറഞ്ഞിരുന്നാ പോരാ. എങ്ങനെ എറിഞ്ഞാലും 4 കാലേ നിൽക്കാൻ പഠിക്കണം. അതിനെനിക്ക് 2 കാലല്ലേ ഉള്ളൂ. ബാലചന്ദ്രനും അശ്വതിയും തമ്മിൽ പെട്ടെന്ന് ഡെൽക്കോ ആയിപ്പോയി. ബാല്യകാല സഖ്യ പോലെയല്ലേ ബൈക്കിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നത്? ആ ഡെൽക്കോ പൊളിക്കണം. ആ ഡെൽക്കോ പൊളിഞ്ഞില്ലെങ്കിൽ എന്റെ ഡെൽക്കോ പൊളിയും.
കദളിപ്പഴം കൊണ്ട് ഗുരുവായൂരപ്പന് തുലാഭാരം, കപ്പപ്പഴം കൊണ്ട് ആറ്റുകാലമ്മച്ചിയുടെ മുന്നിലും തുലാഭാരം, പഞ്ചസാര കൊണ്ട് ചോറ്റാനിക്കര അമ്മയുടെ മുമ്പിലും തുലാഭാരം, കാടാമ്പുഴി ശത്രു സംഹാരവും പൂമൂടലും കൂടി നടത്താം. എന്താ? നീ ഒന്നും മിണ്ടാതിരിക്കടാ. ബാലചന്ദ്രനെയും അശ്വതിയും തമ്മിൽ തെറ്റിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ബാലചന്ദ്രനെ കുറിച്ച് വളരെ മോശമായൊരു ചിത്രം അശ്വതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അതെ അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, ആ കാര്യം ഞാൻ ഏറ്റു. ഞാനൊരു ഗർഭിണിയെ രംഗത്തിറക്കുന്നു. ഗർഭിണിയാ? ആ, ബാലചന്ദ്രൻ പ്രേമിച്ചു ചതിച്ച ഒരു പാവം ഗർഭിണിയെ ഞാൻ ഗോതയിലേക്ക് ഇറക്കുന്നു. എല്ലാ ഗർഭിണികളുടെ കൂടെ ആളുണ്ട്. ഗർഭിണികൾ ഒറ്റയ്ക്ക് നടക്കാറില്ല. എപ്പോഴാ പ്രസവം നടക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നീ പറയണ്ടാ കൊച്ചിറക്കാൻ. ആ ചേച്ചിയോട് ചോദിക്കാം. ഞാൻ ചോദിക്കാം. വേണ്ട വേണ്ട, ബുദ്ധിപരമായി ഞാൻ തന്നെ ചോദിച്ചോളാം. ചോദിക്കേ. ചേച്ചി, ഒരു സഹായം ചെയ്യാമോ? അയ്യേ, പിച്ചക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എനിക്ക് 10 പൈസയിലും കിട്ടി. നിനക്കായിരുന്നെങ്കിൽ 5 പൈസ കിട്ടത്തുള്ളൂ. ഏത് നേരം ഇങ്ങനെ പരസ്പരം പാര വെക്കാതെ ഒരു ഗർഭിണിയെ തപ്പിയെടുക്കാൻ നോക്ക്. നീ നടന്നോ, ഞാൻ വന്നേക്കാം. കൂട്ടിനാരുമില്ലാതെ അതാ മാലാഖ പോലൊരു ഗർഭിണി. ഒറ്റ നോട്ടത്തിൽ നിനക്ക് വേണ്ടി ഗർഭിണിയായതുപോലെ ഉണ്ട്. അത് നമ്മുടെ മറിയാമ്മയല്ലേ? മറിയാമ്മ ഞാൻ പറഞ്ഞേ കേൾക്കും. ഞങ്ങൾ അയൽക്കാരാ. അയൽക്കാരാ? ആ, നിന്റെ സ്വഭാവം ശരിക്കും അറിയോ? എന്നാ നീ പറഞ്ഞാൽ കേൾക്കാനിടയില്ല. നവാസേ, നീ പോയി ഡീലി. ചേച്ചി, ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാ? എന്റെ ഭർത്താവ്. അല്ല മറിയാമ്മേ, അല്ല. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ സഖാവ് ശങ്കരമേനോന്റെ മകൻ ബാലചന്ദ്രൻ. അവനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി. അനാവശ്യം പറയുന്നു. നിക്കണം അവിടെ. എന്താ പറഞ്ഞത്? മറിയാമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു കഴുതയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സഹായിച്ചാൽ 1000 രൂപ തരാം. ചേട്ടാ, അയ്യോ, ചേട്ടാ, എന്താടി, എന്ത് പറ്റി? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ബാലേന്ദ്രനാണെന്ന്. എടി പിശാചേ, നീ എന്നെ ചതിച്ചോ? കൊല്ലും ഞാൻ. ആരാടി ബാലേന്ദ്രൻ? അയ്യോ, അതല്ല. അങ്ങനെ പറയണോന്ന് ആ നാറി ഫിലിപ്പോസാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ 1000 രൂപ തരാമെന്ന്. 1000 രൂപയോ? രാത്രി ഒന്നും മെനക്കെടുത്താതെ ഇറങ്ങി പോടോ. ഗർഭിണികളെ സപ്ലൈ ചെയ്യാനല്ല ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. അയ്യോ, അങ്ങനെ പറയരുത്. ചേച്ചിയുടെ ഈ സ്ഥാപനത്തിന്റെ ബൈലോ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ഗർഭിണിയെയാണ്. നീ ഇങ്ങനെ വളച്ചിട്ട് പറഞ്ഞ ചേച്ചിക്ക് അത് മനസ്സിലാവില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. ചേച്ചി, എന്റെ പേര് ബാലചന്ദ്രൻ. പ്രകാശ് നല്ലടാ. ബാലചന്ദ്രൻ, ഞാൻ ബാലേന്ദ്രൻ. ചേച്ചി, ഞാനൊരു സാധു പെൺകുട്ടിയെ എന്റെ ജീവന തുല്യം സ്നേഹിച്ചു പോയി. പക്ഷേ എന്റെ വീട്ടുകാർ പണത്തിനു വേണ്ടി അശ്വതി എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എനിക്ക് ആ സാധു പെൺകുട്ടിയെ ചതിക്കാൻ വയ്യ ചേച്ചി. എനിക്ക് ആ വിവാഹം വേണ്ട, അല്ലേ? അതിന് ഗർഭിണി എന്തിനാ? ഇവൻ നശിപ്പിച്ച പെണ്ണാണെന്ന് പറഞ്ഞ ആ ഗർഭിണി ഇവനെ നിശ്ചയിച്ച അശ്വതിയെ സമീപിക്കണം. അങ്ങനെ ആ കല്യാണം മുടക്കണം. ചേച്ചി പ്ലീസ്, എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കാം. എങ്ങനെയും ഒരു ഗർഭിണി രംഗത്തിറക്കിയേ പറ്റൂ. 1 മണിക്കൂർ നേരത്തെ കാര്യമില്ലുള്ളൂ. ചേച്ചി വിചാരിച്ചാൽ നടക്കും, അല്ലേ? എടാ ആന്റണി, മനോഹര, ഇവന്മാരെ പിടിച്ച് വെളിയിലിറക്കാൻ. വേണ്ട, വടക്കും ബഹളൊന്നും വേണ്ട. ഞങ്ങൾ അതിന് വന്നവരൊന്നുമില്ല. ഞങ്ങൾ വളരെ ഡീസന്റാ. നിൽക്ക് നിൽക്ക്, പോകാൻ വരട്ടെ. ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു ഗർഭിണിയിലും കൊണ്ടേ പോകും. എന്നാ ട്രൈ ചെയ്യാം. ചുമ്മാ ഇടാ നവാസ. ഓടിപ്പോവാം. ഉമ്മ, ആ എന്തേ മോളെ? കോപ്പറേറ്റീവ് ബാങ്കിൽ 2 വള പണയം വെച്ചിരുന്നു ഉമ്മ. അതിന്റെ നോട്ടീസ് വന്നു. ഇന്ന് തന്നെ എടുക്കണമെന്ന്. എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. അയ്യോ, എന്റെ കയ്യിലും കാശൊന്നും ഇല്ലല്ലോ. നവാസിന്റെ ബാപ്പ പാർട്ടിയുടെ എന്താ ആവശ്യത്തിന് വേണ്ടി കർത്താവ് സാറിനെ കാണാൻ കുത്തിയതോട് വരെ പോയിരിക്കുക. നാളെ വരും. അയ്യോ, ഇന്ന് പണം അടച്ചില്ലെങ്കിൽ ലേലത്തിന് വെക്കും. എന്ത് ചെയ്യും? ചന്ദ്രപ്പൻ വീട്ടിലില്ലേ ശകുന്തളെ? അവൻ ഇതൊന്നും നോക്കൂലേ? എന്ത് പ്രയോജനം? ഗാനമേളയ്ക്ക് പോയി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ഏട്ടന് കുടിക്കാൻ കൂടി കൊടുക്കണം. അതാ എന്റെ തലവിധി. എന്റെ കൈ കാശിരിപ്പുണ്ടോടാ നവാസെ? കാശോ? എന്റെ കയ്യിലോ? അസലായി. അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഒരു 10-300 രൂപ വേണമെങ്കിൽ എടുക്കാം. അയ്യോ, അതുകൊണ്ട് എന്താകാനാ? ആ, ലേലത്തിൽ പോന്നെങ്കിൽ അങ്ങ് പോട്ടെ. അല്ലാതെ എന്ത് ചെയ്യാനാ? ഞാൻ വരട്ടെ ഉമ്മ. ആ, ശകുന്തളെ,
എന്നോട് സംസാരിക്കണ്ട. അന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് പ്രകാശൻ എന്നെ അവമാനിച്ചപ്പോ ഒരു മുഖപരിചയം ഇല്ലാത്ത മട്ടിലല്ലേ താൻ ഇരുന്നത്? പ്രകാശൻ ആളൊരു മോശടനാ. അവന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ അവൻ എന്നോട് വഴക്കിടും. അതാ ഞാനൊന്നും മിണ്ടാഞ്ഞത്. അത് ശരി. എന്നാലേ ഞാനും മുഷറത്തിയാ. എനിക്കിഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഞാനും വഴക്കിടും. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ശകുന്തളയ്ക്ക് പണയം വെച്ചവളെ തിരിച്ചെടുക്കാൻ കാശ് ഞാനുണ്ടാക്കി തരാം. പക്ഷെ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? ഗർഭിണിയാകാൻ ശകുന്തളയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കാശ് ഞാൻ തരാം. ഞാനിപ്പോ ഉമ്മയോട് പറയും. ഉമ്മ അനാവശ്യം പറയുന്നു. എന്നോട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? പടച്ചോനെ, ഞാനത് ഉദ്ദേശമല്ല പറഞ്ഞത്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കാൻ ശകുന്തള ഗർഭിണിയായിട്ട് അഭിനയിക്കണമെന്നാ പറഞ്ഞത്. ഓഹോ, നാടകത്തിലോ സീരിയലിലോ? രണ്ടിലും അല്ല, ജീവിതത്തില്. കളമശ്ശേരി കൃഷ്ണനാരുടെ മകൾ അശ്വതിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അവിടെ ചെന്ന് അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ ബാലചന്ദ്രന്റെ കാമുകി ശകുന്തളയാണെന്നും അവൻ ശകുന്തളയെ ഗർഭിണിയാക്കിയെന്നും പറയണം. ഉള്ള ഗർഭവേ ഇല്ലെന്ന് പറയുന്നവരാ സ്ത്രീകള്. ഏതെങ്കിലും ഒരു പെണ്ണിന് തയ്യാറാവോ നവാസെ? ഇല്ലെന്ന് എനിക്കറിയാം. ധൈര്യമുള്ള പെണ്ണ ശകുന്തള, മിടിക്ക ശകുന്തള. അതുകൊണ്ട് പറഞ്ഞതാ, വളരെക്കാനുള്ള പൈസ ഞാൻ തരാം. അയ്യോ, ചേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. ആരും അറിയണ്ട, 1 മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. പ്ലീസ്, ശകുന്തളയുടെ പണയ പ്രശ്നം തീരും, എന്റെ കൂട്ടുകാരന്റെ ജീവിത പ്രശ്നം തീരും. ആ ഇരിക്കുന്നതാണ് അശ്വതി. ധൈര്യമായിട്ട് ചെല്ല്. എനിക്ക് ധൈര്യത്തിന് യാതൊരു കുറവുമില്ല. അതെനിക്കറിയാം. പിന്നെ കംപ്ലീറ്റ് സെന്റിമെന്റലായിരിക്കണം. ഇതോടെ ഈ കല്യാണം മുടങ്ങണം. നീ ഇവിടെ നിന്ന് കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കുളമാക്കോ. ഒന്ന് മാറടേ. എന്നിട്ട് കാണ് പാലാരിവട്ടം ഫിലിപ്പോസ് എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണത്. ഒന്ന് മാറടേ, പിടിച്ച് മാറ്റടേ അവനെ. ഈ കോടായി അപ്പൊ ഒന്നും കാര്യമാക്കണ്ട. അപ്പൊ ചെല്ലി അണ്ണൻ പറയുന്നത് പോലെ ചെയ്യ്. ആരാ? ദുഷ്ടനായ ഒരു കാമുകന്റെ ചതിയപ്പെട്ട് ജീവിതം തന്നെ തകർന്ന ആശ്ചര്യനായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾ ആരാ? ഞാൻ ശകുന്തള, മിസ് ശകുന്തള ബാലേന്ദ്രൻ. ശകുന്തള ബാലേന്ദ്രനോ? സഹായിക്കാനാ. അതെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എന്നെ പ്രേമിച്ച് ചതിച്ചു. ബാലേട്ടന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുകയാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും അശ്വതി വിവാഹത്തിൽ നിന്ന് പിന്മാറണം. ഏതായാലും ബാലേട്ടൻ ഇപ്പൊ വരും. ബാലേട്ടൻ ഇപ്പൊ വരൂ. എന്താ റെഡിയല്ലേ? പോവാം. എന്താ ചോദിച്ചോ, സത്യം ഞാനും അറിയട്ടെ. ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റൊരു സ്ത്രീ അറിയാൻ പാടില്ല. ബാലേട്ടൻ മോതിരം മാറിയ പെണ്ണാ ഞാൻ. എനിക്കും അറിയാൻ അവകാശമുണ്ട്. എന്താ അശ്വതി പ്രശ്നം? ഇവിടെ ബാലേട്ടന്റെ ആരാ? ആരാ? എന്നെ അറിയത്തില്ലെന്നോ? മഹാഭാവി എന്നെ വശീകരിച്ച് ചതിച്ചിട്ട് എന്നെ അറിയത്തില്ലെന്നോ? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിങ്ങളുടെ അല്ലെന്ന് നിങ്ങൾക്ക് ഇവന് പറയാമോ? വയറോ? കുഞ്ഞോ? ചതിച്ചെന്നോ? ആര്? അനാവശ്യം പറയരുത് അശ്വതി. ഈ പെണ്ണിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. ചൗന്തളം പിടിക്കുക. അവള് കളിക്കും. കോടാലിയുടെ സമയം കൊള്ളാം. ഇതാ വീട്. ചെന്ന് കലക്ക്. പ്രസവാശുപത്രിയിൽ വെച്ച് കണ്ട പെണ്ണ്, ഒറിജിനൽ ഗർഭിണി. എനിക്ക് അടിയും തന്നു ഓടിച്ചിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് വന്നു. സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. എനിക്ക് പേടിയാവുന്നു. അകത്തേക്ക് ചെല്ലടി. രൂപ 1000. നിക്ക്. വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെല്ലടി. അയ്യോ ചേട്ടായി എന്നതായി കാണിച്ചേ? പണത്തിന്റെ വില എന്റെ പെണ്ണുമ്പിളിക്ക് അറിയില്ല. അതാ ഇന്നലെ അവള് സമ്മതിക്കാഞ്ഞത്. ഗർഭിണിയും കൂടെ ക്ലാഷ് ആയല്ലോ എന്റെ ഈശോ. ഇനി ഇതങ്ങോട്ട് തന്നെ അബോഷം ആവത്തേ ഉള്ളൂ. ഒന്ന് വന്നേ. അശ്വതി, ഞാനല്ല അവിടെ. എന്റെ പൊന്നേച്ചി, ആ ബാലേന്ദ്രൻ എന്നെ ചതിച്ചു. ഞാൻ 6 മാസം ഗർഭിണിയാ. ഏത് ബാലേന്ദ്രൻ?
സഖാവ് ശങ്കരമേനോന്റെ മകൻ ബാലേന്ദ്രൻ. അയ്യോ കള്ളം, പച്ച കള്ളം. ബാലേന്ദ്രന്റെ യഥാർത്ഥ കാമുകി ഞാനാ. നിങ്ങൾ ഇവിടെ കിടന്ന് ബേളം വെച്ച് എന്നെ നാറ്റിക്കരുത്. ഇറങ്ങി പോകുന്നുണ്ടോ? ഫിലിപ്പോസേ, ഗർഭിണി നമ്പർ 3. പ്രകാശ, നിനക്ക് സിസേറിയൻ വേണ്ടി വരുവാണ്. ഇന്നലെ രാത്രി നിങ്ങളെ ഓടിച്ചു വിട്ടതിന് ക്ഷമിക്കണം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥതയെ ഞാൻ ബഹുമാനിക്കുന്നു. ഇതാ ഗർഭിണി റെഡി. ഭർത്താവെ ചതിച്ചോ? നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പൊ തന്നെ 2 ഗർഭിണികളകത്ത് ഡെലിവറി നടന്നുകൊണ്ടിരിക്കുക. അത് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾ രാവിലെ കെട്ടിയൊരുങ്ങി ഇറങ്ങിയതല്ലേ. ആ അങ്ങനെ പറയടി. മുന്നോട്ട് വെച്ച കാലി ഈ അന്നക്കുട്ടി പുറകോട്ട് വെക്കില്ല. ചേച്ചി ഈ സമയത്ത് ചതിക്കരുത്, അകത്തോട്ട് അവളെ വിടരുത്. പട്ടി കാശ് വരാതിരിക്കാനല്ലേ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. ചെല്ലടി. അതെ, കളി കഴിഞ്ഞ അപ്പ കാശ് കിട്ടണം. അതാ എന്റെ ഈ കണ്ടീഷൻ. പാടി. 1000 രൂപ ഉണ്ടാക്കാൻ ഞങ്ങൾ ഇവിട്ട പാട്. കോടാലി, നിന്റെ സമയം. ഒരാൾ ഒരു സമയത്ത് 2 പേരെ ഗർഭിണിയാക്കുന്നതിൽ തന്നെ ചതിയുണ്ട്. അശ്വതി, ഇതൊന്നും വിശ്വസിക്കരുത്. ചെല്ലടി. ചെന്ന് സത്യം തുറന്നു പറ. പെൺപിള്ളേരെ ചതിക്കാൻ നടക്കുന്ന നാറുകള്. ആര് ചതിച്ചു? ബാലേന്ദ്രൻ. ബാലേന്ദ്രനോ? ബാലേന്ദ്രനെ കണ്ടാൽ അറിയും. അയാളിപ്പോ എവിടെ ഉണ്ട്? പുറത്ത് നിൽക്കുന്നു. ഓഹോ, ഒന്നും പറയണ്ട. ബാലേന്ദ്രൻ എന്നെ ചതിച്ചു. അദ്ദേഹം എന്നെ കെട്ടു. ബാലേന്ദ്രൻ കെട്ടുന്നെങ്കിൽ എന്നെ കെട്ടു. നിന്റെ കല്യാണം ഞാൻ നടത്തി തരാം. 3 പേരും ഇങ്ങോട്ട് മാറിയുന്നേ. 3 ഗർഭിണികൾ ഇങ്ങോട്ട് മാറിക്കാൻ. ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു? പറഞ്ഞോ, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. മാനവും മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. പറ, ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? പറയാൻ. അടിക്കല്ലേ സാറേ. സാറ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ആ ഗാനമേള ട്രൂപ്പ് നടത്തുന്ന പൊക്കം കുറഞ്ഞ കറുത്ത മനുഷ്യനാ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പ്രകാശൻ. എടാ കോടാലി പ്രകാശ, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുമെന്ന് പറയും. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. 12-ൽ ചൊവ്വ, 8-ൽ വ്യാഴം. ഗുളികം പിന്നെയും അവിടെ തന്നെ. നിന്റെ ഗുളിയെ ഞാനാടാ. എടാ പരമനാറി, ചെറ്റത്തരം കാണിച്ച് എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചിട്ട് എന്ത് നേടി? അടിച്ചിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. പല്ല് തെറിപ്പിക്കാൻ കൊണ്ട് വാടാ. എന്തായാലും നീ അവളെ കെട്ടും, ഞാൻ ചാകും. എന്നാ പിന്നെ നിന്നെയും കൊന്നിട്ട് ഞാൻ ചാകത്തുള്ളൂ. എന്റെ അടിയുടെ ചൂട് പലതവണ നീ അറിഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും കൊതി തീർന്നില്ലേ? ബാല, ഞാൻ നിന്റെ ഒരേ ഒരു അമ്മാവനാ. കുറച്ചുകൂടെ റെസ്പെക്ട് കൊടുറാ. അയ്യടാ, റെസ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു അമ്മാവൻ. അനന്തരവനെ നാറ്റിക്കാൻ വേണ്ടി 3 ഗർഭിണികളെ ഒന്നിച്ചിറക്കിവിട്ട പരമനാറി. എന്റെ ജീവൻ രക്ഷിക്കാൻ 3 അല്ല 300 ഗർഭിണികളെ ഞാൻ ഈ കുരുക്ഷേത്രത്തിലേക്ക് ഇറക്കിവിടും. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റി 3 ഗർഭിണികളും തമ്മിൽ ക്ലാഷായി. ഇല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങിയേനെ. ഇനി കല്യാണം മുടക്കാൻ ശ്രമിച്ചാൽ കഴുത്തിന് മുകളിൽ നിന്റെ തലയിരിക്കില്ല. തലവെട്ടി ഇറക്കാൻ നേരണോ ഇറച്ചോട്ടി കയറണോ? ഒന്ന് പോടാ വരട്ടാതെ. അന്തം വിട്ട് നടക്കുന്നവൻ എന്തും ചെയ്യും. എനിക്ക് ജീവനി കൊതിയില്ലടാ. അതിന് നീ കൊതിച്ചിട്ടും വലിയ കാര്യമില്ല. ഇന്നു മുതൽ നിന്റെ കാലം ഞാനാടാ. ബാല, നീ കാലാന്ന് മാത്രം വീണ്ടും വീണ്ടും പറയാതെ. പറയും, ഇനിയും പറയും. അല്ലെങ്കിൽ ഈ കല്യാണം മുടക്കില്ലെന്ന് വാക്കുതാ. കല്യാണം മുടക്കും എന്ന് ഞാൻ വാക്ക് തരാം. പ്രകാശ, ബാല, നീ എന്റെ ആയുസിന്റെ പുറത്തെ ചവിട്ടിനാ കളിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഈ കല്യാണം കലക്കി മറിക്കും. കോടാലിപ്പറമ്പിൽ ഭഗവതി പരമഭക്തനായ അമ്മാവന്റെ ജീവൻ രക്ഷിക്കുമോ അതോ പരമ ചെറ്റയായ അനന്തരവന്റെ കല്യാണത്തിന് കൂട്ടി നിൽക്കുമോ? നമുക്ക് കാണാം. അതുവരെ നീ ജീവിച്ചിരിക്കുമെന്ന് കാണാം. ഗർഭിണിയോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആരാ എന്റെ പെങ്ങളെ ചതിച്ചത്? അതെനിക്കറിയില്ല. എല്ലാം ദൂരെ നിന്ന് കേട്ടതേ ഉള്ളൂ. എന്റെ സഹോദരനെ ചതിച്ചവരാരായിരുന്നാലും അവനെ ഞാൻ കൊല്ലും. ആശാൻ കൊല്ലണ്ട, ഞാൻ കൊല്ലും. നീ കൊല്ലണ്ട, ഞാൻ കൊല്ലാം. ആശാന്റെ സഹോദരി എന്റെയും സഹോദരിയാണ്. ആശാന്റെ സഹോദരിയുടെ ഗർഭം എന്റെയും ഗർഭമാണ്. അവനെ ഞാൻ കണ്ടുപിടിച്ച് അരിഞ്ഞെരിഞ്ഞു കൊല്ലും. ആരാണീ ചെമ്പകശ്ശേരിയിൽ ചന്ദ്രപ്പൻ? എന്ത് വേണം? നിങ്ങളുടെ സഹോദരിയെ ചതിച്ച ഞാനല്ല. ആശാന്റെ സഹോദരിയെ കണ്ണീര് കുടിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ അവളെ കെട്ടണം. ഓക്കെ സമ്മതിച്ചു. ആ കല്യാണം നടത്തി തരാമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഉടനെ നടത്താം. പിടിവിടാൻ പറ. പിടിവിടും. ഇവനാണ് നിങ്ങളുടെ സഹോദരിയെ ചതിച്ചത്. ഇനി അവനെ സാറേന്നൊന്നും വിളിക്കണ്ട, അളിയാന്ന് വിളിച്ചാ മതി. ഇപ്പോഴവന് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ ചെന്നാലും അവൻ സത്യം പറയില്ല. ഈ ഗർഭം നിഷേധിക്കും. വിട്ടുകൊടുക്കരുത്. കള്ളമാണെന്ന് തെളിയിക്കാൻ അവൻ പല നമ്പർ ഇറക്കും. വിശ്വസിക്കരുത്. ഇനി ചോദ്യം ഉത്തരവൊന്നുമില്ല. കയ്യിൽ കിട്ടിയാൽ പ്രകാശിന്റെയും ശകുന്തളയുടെയും കല്യാണം നടത്തണം.
ഇവനാ ട്രൂപ്പിൽ പെട്ടവനല്ലേ? ഇവൻ കാണിച്ചതെല്ലാം ഫോറിൻ ടൈപ്പ് അഭ്യാസങ്ങളാണ്. നമ്മുടെ നാടൻ അഭ്യാസങ്ങളൊന്നും ഇവന്റെ അടുത്ത് വരെ പോയില്ല. ഇവനെ സൂക്ഷിക്കും. അപ്പോ അവന്റെ കാര്യം പെൻഡിങ് വെക്കാം. ഗർഭം കലങ്ങിയ സ്ഥിതിക്ക് ഇനി എന്തും കലങ്ങാം. നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായ ഒരു കളി കളിക്കണം. അതിനുള്ള ബുദ്ധി എന്റെ തലയിലുണ്ട്. ആ ബുദ്ധി നിന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി അത് പ്രയോഗിച്ച് എന്റെ ബാക്കി ജീവിതം കൂടി നീ കലക്കണ്ട. ആനയ്ക്കും അടി തെറ്റും പ്രകാശ. പക്ഷെ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കില്ലല്ലോ. ഒന്നിപ്പിഴച്ച 3 ചിലന്തിയെ കണ്ടുപഠിച്ച രാജാവിന്റെ കഥ നീ കേട്ടിട്ടില്ലേ? ഇല്ല. എന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരു രാജ്യത്ത് രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ചിലന്തിയോടെ അന്വേഷിച്ചു പോകുമ്പോ കഥ പറയാൻ പറ്റിയ സമയം. ഗർഭിണികളെ ഇറക്കിയതും അവർ തമ്മിൽ ക്ലാഷ് ആയതും അത് കുളമായതും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട്. അവനിനി അത് അളിയനോടും ചേച്ചിയോടും പറയും. അവരറിഞ്ഞാ പിന്നെ കല്യാണത്തിന് മുമ്പേ എന്റെ അന്ത്യം. നീയൊക്കെ കാലം എന്റെ ജീവിതം വഴിയാധാരമായടാ. പ്രകാശ, ശങ്കരമേനോനും ബാലേന്ദ്രനും നിരീശ്വരവാദികളായതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കറക്റ്റ്. ഇനി വഴി ഞാൻ പറയാം. അവിശ്വാസത്തെ അന്ധവിശ്വാസം കൊണ്ട് നേരിടണം. ആഗ്നേയാസ്ത്രത്തിന് വാരീജം ഉത്തമം. ശങ്കരമേനോൻ സാറ് നിരീശ്വരവാദി ആണെങ്കിൽ കളമശ്ശേരി കൃഷ്ണൻ നായർ തികഞ്ഞ ഈശ്വര വിശ്വാസിയാണല്ലോ. ആ ഡെൽക്കോയിൽ കയറി നമുക്ക് പിടിക്കണം. കാര്യം പറഞ്ഞു തൊലയ്ക്ക് എന്റെ പീലിപ്പോസേ. ജാതകം കൊടയുടെ ദിവസം ബാലന്റെ ജാതകം കൃഷ്ണൻ നായർക്ക് കൈമാറിയിട്ടുണ്ട്. അത് അടിച്ചു മാറ്റണം. അടിച്ചു മാറ്റിയിട്ട് മാനം തെളിഞ്ഞേ വന്നാൽ മനസ്സും നിറഞ്ഞേ നിന്നാൽ വേണ്ട ഈ കല്യാണം. എടുക്ക്. ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. ജാതകം മുതലാളിയുടെ അലമാരിലായിരുന്നേ. ആഹാ, ആ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. സാരമില്ല, ഇത് ഉടനെ അങ്ങ് തന്നേക്കാം. അവിടെ തന്നെ കൊണ്ട് വെച്ചേരി. അതെ, ഞാൻ കൊടുക്കാം. എടാ ബാലചന്ദ്ര, ഇത് വച്ച് ഞാനൊരു കളി കളിക്കടാ. ഫിലിപ്പോസ്, ജാതകം തിരുത്തിയതെന്നൊക്കെ പറയണത് അത്ര ശരിയായ ഏർപ്പാടല്ല പ്രകാശൻ സാറേ. ഈ കല്യാണം കലക്കാൻ ഞാൻ പല അടവും പ്രയോഗിച്ചു നോക്കി. പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല. ഇനിയിപ്പോ ജോത്സ്യർക്ക് മാത്രമേ ഇനി രക്ഷിക്കാൻ പറ്റൂ. വിധിയെ തടുക്കാൻ ആർക്കും സാധ്യല്ല. അതാ കലക്കാൻ ശ്രമിക്കും തോറും വിവാഹം അടുത്തടുത്ത് വരണത്. ഇനിയുള്ള ദിവസങ്ങൾ ഈശ്വരനെ ധ്യാനിച്ച് അങ്ങോട്ട് കഴിയാ. വെറുതെ മരിക്കുന്നതിനേക്കാൾ സമാധി ആയാലും മതിയായിരുന്നു. ഇവന്റെ പേരിൽ ഒരു ആശ്രമമെങ്കിലും കെട്ടാമായിരുന്നു. ബാലന്റെ ജാതകത്തിലെ ലാസാഗു മാറ്റി മറിച്ചിടണം. കളമശ്ശേരി കൃഷ്ണൻ നായരെ കുറിച്ച് അറിയോ? വലിയ അന്ധവിശ്വാസിയാണ് അയാൾ. കൃഷ്ണൻ നായർ പയ്യന്റെ ജാതകം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ ഭാര്യാപിതാവിന് മരണം സംഭവിക്കുന്നതായി കാണണം. അങ്ങനെ ഈ വിവാഹം മുടങ്ങണം. ഇല്ല, എന്നെ കൊണ്ട് അത് പറ്റില്ല. ഞാനേ സത്യസന്ധനായ ഒരു ജ്യോത്സ്യനാ. കൊടുക്ക്. ഇനി വലുതായിട്ടൊന്നും ആലോചിക്കാനില്ല. ഈ ഗ്രഹനില ചെറുതായിട്ടൊന്ന് മാറ്റിയാ മതി. ഭാര്യാപിതാവിന് മരണയോഗം, മഹാമൃത്യുയോഗം ഉണ്ടെന്നും വരും. കേതുവിന്റെ സ്ഥാനം കൂടി ഒന്ന് മാറ്റിയാൽ മംഗല്യ മുഹൂർത്ത സമയത്ത് തന്നെ കൃഷ്ണൻ നായർ മരിക്കുമെന്നും ഫലം വരുത്താം. മതി, അത് മതി, അത് മാത്രം മതി. ജാതകം ഇപ്പൊ തന്നെ തിരുത്തി എഴുതി തരണം. ഇന്ന് തന്നെ കൊണ്ട് തിരികെ വെക്കാനുള്ളതാ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. തൂഴിച്ചാൽ ദുഃഖിക്കണ്ട. സാറും ആ പണിക്കരും തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ? അല്ല, അയാൾ ബാലചന്ദ്രന്റെ ജാതകം ശരിക്കും പരിശോധിച്ചിട്ടാണോ ഈ വിവാഹം നടത്താൻ പറഞ്ഞത്? അല്ല, എന്താ കാര്യം? ബാലചന്ദ്രന്റെ ജാതകത്തിനൊരു പെശ കൊണ്ട് ആ വിവാഹം നടന്ന ജാതകക്കാരന്റെ ഭാര്യാപിതാവിന് ആയുർദോഷം ഉറപ്പാ. നിങ്ങളാരാ? ബാലേന്ദ്രന്റെ ജാതകം എഴുതിയ ജ്യോത്സ്യനാണ് ഞാൻ. ചകാവ് ശങ്കരമേനോനും പണിക്കരിക്കും ഈ ദോഷം അറിയാം.
അവര് നിങ്ങളെ ചതിച്ചു. എന്തായാലും ജാതകം മറ്റാരെ കൊണ്ടെങ്കിലും നന്നായി നോക്കിച്ചിട്ട് കല്യാണം നടത്തിയാ പോരെ. ആ മതി 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 എന്റെ ഭഗവതി. ഏലൂർ ഗോപാലൻ ജോത്സ്യര്, കാഞ്ഞൂർ കുഞ്ഞിരാമൻ ജോത്സ്യർ, എടയാർ വിലയ തിരുമേനി, ഇവരെല്ലാവരും നോക്കി. ഇവർക്ക് 3 പേർക്കും ഒരുപോലെ കണക്ക് പഴയ്ക്കുമെന്നാണോ പണിക്കർ പറയുന്നത്? എന്റെ ആയുസിന്റെ പ്രശ്നമായതുകൊണ്ട് ഈ ജാതകം കൊണ്ട് ഞാൻ ഈ നാട് മുഴുവൻ ഓടിയതാ. സത്യം പറഞ്ഞ പെണ്ണും ചെറുക്കനും തമ്മിലുള്ള പൊരുത്തം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഒരു വിവാഹം നിശ്ചയിക്കുമ്പോ ആ വധൂവരന്മാർ കയറി ചെല്ലുന്ന ഇടം മുടിഞ്ഞു പോകുമോ എന്നുകൂടി നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു അസ്ട്രോളജിക്കില്ലേ? തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. അന്നം മുട്ടാതിരിക്കാൻ താൻ ചെയ്യുന്ന പണിയല്ലല്ലോ ഇത്. ജോത്സ്യം തനിക്കൊരു തമാശയല്ലേ? കൃഷ്ണൻ നായർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതേ ചൊല്ലി നമ്മൾ തമ്മിലുള്ള സൗഹൃദം നശിക്കരുത്. തനിക്കറിയാലോ ജാതകപ്രകാരം എനിക്ക് കണ്ടേ ശരിയാണെന്ന്. കൂടാതെ എന്തെല്ലാം ഹെൽത്ത് പ്രോബ്ലംസ്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു മാരനെ കൂടി ഉണ്ടായാൽ എന്റെ കാറ്റവും ഉറപ്പല്ലേ? വേണ്ടാത്ത ഒന്നും പറയണ്ട കൃഷ്ണൻ നായരെ. തനിക്ക് ഒരു ദോഷവും വരില്ല. ചെറുക്കന്റെ ജാതകപ്രകാരം ഭാര്യാപിതാവിന് വെറും വൃത്തിയോഗമല്ല, മഹാവൃത്തിയോഗമാ. എന്താ ശരിയല്ലേ? ഈ ഗ്രഹനില വെച്ച് ഭാര്യാപിതാവിന് ആ യോഗം കാണുന്നുണ്ട്. നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് തന്റെ ഒത്താശയൊന്നും വേണ്ട. എനിക്കിപ്പോ നല്ല സമയമാ. അതുകൊണ്ടാണല്ലോ സത്യം ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായത്. അല്ല, 20ാം നൂറ്റാണ്ടിൽ അച്ഛൻ ഇതൊക്കെ വിശ്വസിച്ചാലോ? സണ്ണിലോട് ജാതകം കാരണം ഫാദറിനെ മരിക്കുമെന്നോ? കഷ്ടം. അതേടി, ഈ കല്യാണം നടന്നാൽ ഫാദറില്ല അല്ല ഫാദർ ഇല്ല എന്നൊക്കെ പറയേണ്ടി വരും. പൊക്കോത്ത് ജാതകം സത്യമാ മോളെ. ഈ വിവാഹം നടന്ന മോളുടെ അച്ഛന് ജീവഹാനി ഫലം. ഞാനത് ഗ്രഹിച്ചില്ല. വേണ്ട, ഈ വിവാഹം നമുക്ക് വേണ്ട. വരണം കൃഷ്ണൻ നായരെ. ഞങ്ങള് മന്ത്രകോടിയും മാലയൊക്കെ വാങ്ങിക്കാൻ പുറപ്പെടുകയായിരുന്നു. ഇനി ഒരു ഭാഗാത്രയും വാങ്ങണ ശങ്കരമരനെ. 30 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഈ മോന്ത കണയേണ്ടത് എന്നെ തലതെറിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. താൻ എന്തായി പറയുന്നത്? ഈ കല്യാണം നടക്കില്ല. അത്രതന്നെ. വിവാഹ തീയതി നിശ്ചയിച്ച് നാട്ടുകാരെയും ക്ഷണിച്ച ശേഷം നിനക്ക് എന്താടാ ഇങ്ങനൊരു വെളിപാടുണ്ടാവാൻ കാരണം? അമ്മായിയപ്പനെ കൊലക്ക് കൊടുക്കുന്ന മരുമകനെ എന്റെ വീട്ടിലേക്ക് കയറ്റുന്ന പ്രശ്നമില്ല. ഹാർട്ട്, കൊളസ്ട്രോളും ഷുഗറും പൈൽസും എല്ലാം കൂടെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞാ കിടക്കുന്നത്. തോരൻ കഴിക്കുന്ന പോലെ കാലത്ത് രാത്രി ഞാൻ ഗുളിക കഴിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു ഗുളിക ബന്ധം വേണ്ട. അശ്വതിയുടെ അച്ഛൻ എന്താ പറഞ്ഞു വരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഭർത്താവ് യുക്തിവാദി ആയതുകൊണ്ടായിരിക്കും മകന്റെ ജാതകദോഷം മിസ്സസ് അംബികാമേനോന് മനസ്സിലാകാതെ പോയത്. ഇവന്റെ വിവാഹം നടന്നാൽ മംഗല്യ മുഹൂർത്തത്തിൽ തന്നെ പെണ്ണിന്റെ അച്ഛൻ വടിയാവും. ഭാര്യാപിതാവിന് മഹാമരണയോഗം. അതാ നിങ്ങളുടെ മകന്റെ ജാതകത്തിലുള്ളത്. എന്റെ പൊന്നു കൃഷ്ണൻ നായരെ, ഇക്കാര്യം പറയാൻ തട്ടിക്കയറണ്ട. എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. എന്നാലേ എനിക്ക് വിശ്വാസം വളരെ കൂടുതലാ. മരിക്കാൻ ഇത്തിരി ഭയമുണ്ടെന്ന് വെച്ചു. ഈ കല്യാണം നടക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അശ്വതിയുടെ അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇടങ്കോലിടരുത്. ജന്മദോഷമുള്ള നിന്നെ എനിക്ക് മരുമകനായി വേണ്ട കുഞ്ഞെ. ഇത് 20ാം നൂറ്റാണ്ടാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ കണ്ടതായി പോലും നടിക്കരുത്. വഴിവെക്ക് ഞാൻ വടിയായി കിടന്നാലും നീ തിരിഞ്ഞു നോക്കാതെ പോവും. അതെനിക്കറിയാം. നിന്റെ അച്ഛൻ എന്നെ പറ്റിച്ചതാ. ആരും ആരെയും പറ്റിച്ചിട്ടില്ല. ചതിച്ചതിപ്പോ നിങ്ങളാ. ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മിസ്റ്റർ കൃഷ്ണൻ നായർ, ഈ പടിക്കകത്ത് കയറി വന്ന് എന്റെ അളിയനെയും അനന്തരവനെയും അപമാനിക്കുന്നു. അടിച്ചിടനെ പല്ലിയാൻ തെറിപ്പിക്കും. പ്രകാശ, അതേ അകത്ത് പോ. ഓടാലിപ്പറമ്പ് തലവാടിന്റെ മുറ്റത്ത് വന്ന് ചെറ്റത്തരം പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കണോ അളിയാ? നോക്കി നിൽക്കണോ ബാല? മിസ്റ്റർ കൃഷ്ണൻ നായർ, ഈ വീട്ടിലെ മരുമകളായി കടന്നു വരാൻ നിങ്ങളുടെ മകൾക്ക് യാതൊരു യോഗ്യതയുമില്ല. വിദ്യാഭ്യാസവും അന്തസ്സും ആഭിജാത്യവുമുള്ള ബാലചന്ദ്രന് ഞങ്ങൾ വേറെ പള്ളിയിൽ കണ്ടുപിടിച്ചോളാം. പ്രകാശ, നിന്റെ അഭ്യാസം വേണ്ട. അകത്ത് പോ, അകത്ത് പോ. ബാല, ഇപ്പൊ നിന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ചെറ്റകളുമായുള്ള ഒരു വിവാഹബന്ധവും നമുക്ക് വേണ്ട. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. പ്രകാശ, വായടയ്ക്ക്. പിന്നെ ബാലന് അശ്വതി ഇഷ്ടമാണ്. അശ്വതിക്ക് ബാലനെ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കും. എന്റെ മകളുടെ കല്യാണം നടത്താൻ തന്റെ ഒത്താശയൊന്നും വേണ്ടടോ. ഒച്ച വെച്ചിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് അന്യോന്യം ഇഷ്ടമാണെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഈ വിവാഹം നടക്കും. ഞാൻ ചത്താലും തന്റെ മകന്റെ കല്യാണം നടത്തണമല്ലേ? അതിന് വെച്ച വെള്ളമൊക്കെ വാങ്ങി വെച്ചാൽ ശങ്കരമെന്നെ. എന്റെ മകൾക്ക് ഞാൻ വേറെ ആലോചനകൾ തുടങ്ങി കഴിഞ്ഞു. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പേരിൽ ഈ വിവാഹം മുടക്കരുത്. നിന്റെ അച്ഛൻ വെല്ലുവിളിച്ചല്ലേ? എന്നെ നടത്തി കാണിക്കടാ. അയാളോട് പോകാൻ പറ. ബാല, നിനക്ക് ഞാൻ നല്ല മണി പോലുള്ള പെമ്പിള്ളേരെ കൊണ്ടുവന്ന് മുമ്പിൽ നേരത്തെ നിർത്തി തരും. ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്ത് കെട്ടിക്കോ. എന്തായാലും ഒരു അമ്മാവിന്റെ കടമ ഞാൻ നിർവഹിച്ചിരിക്കും. ഇവൻ കല്യാണം മുടക്കാൻ ശ്രമിക്കാണ് മനഃപൂർവ്വം.
അശ്വതിയുടെ വിവാഹം നിശ്ചയിച്ചത് അച്ഛൻ അറിഞ്ഞില്ലേ? മോതിരം മാറലും ജാതകം കുറയും കഴിഞ്ഞെന്നറിഞ്ഞു. എന്നിട്ടെന്താ എന്നെ അറിയിക്കാഞ്ഞ്? കളമശ്ശേരി തറവാട്ടിലെ പെണ്ണിന്റെ കല്യാണം നടക്കുന്നതിന് എടപ്പള്ളി രാമൻ നായരുടെ മകൻ അനന്തരാമൻ എന്താടാ കാര്യം? കുടുംബക്കാർ തമ്മിലുള്ള കുടുംബയൊന്നും എനിക്ക് പ്രശ്നമല്ല. അവൾ എന്റെ മുറപ്പെണ്ണ. കുട്ടിക്കാലം മുതല് അശ്വതിയെ മോഹിച്ചതാ. അന്നൊക്കെ നിങ്ങളും അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലേ? അവൻ പറയുന്നതിലും സത്യമുണ്ട്. മുറപ്പെണ്ണിനെയും മുറച്ചെറുക്കരെയും പിടിച്ചിരുത്തി നാത്തുമാർ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നും മറന്നിട്ടില്ല. അതൊക്കെ പഴയ കഥ. പിന്നീടല്ലേ ക്ഷേത്രവക സ്വത്തുക്കളെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടായതും കേസുണ്ടായതും ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയതും. എടാ, ഇന്ന് നിന്റെ അമ്മാവൻ എന്റെ അളിയൻ എന്റെ ശത്രുവാണ്. എനിക്ക് ആരോട് ശത്രുതയില്ല. അച്ഛന്റെ ശത്രു മകന്റെ ശത്രുവാണ് നിയമമല്ലുണ്ടോ? എടാ, അശ്വതിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൾ വേറെ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ആർക്കാരെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നൊന്നും എനിക്കറിയണ്ട. മോഹിച്ചതെല്ലാം നേടിയെടുത്തവനായി അനന്തരാമൻ. തട്ടിപ്പറിച്ചാലും ഞാനത് കൈക്കലാക്കും. അശ്വതിയുടെ കഴുത്തിൽ മംഗലിച്ചാട് വീഴുമെങ്കിൽ അതെന്റെ കൈ ഉണ്ടായിരിക്കും. വർഷങ്ങളോളം വന്ന കുടിപ്പകയുടെ വിധിന്യായം വന്ന സമയമാണിപ്പോൾ. അച്ഛന്റെ അഭിമാനം രക്ഷിക്കേണ്ട ഏക മകനാണ് നീ. ദേവപ്രശ്നവും ശുദ്ധീകരണവും നടക്കാൻ പോവാ. കോടതി വിധിയുടെ ബലവും പോലീസ് പ്രൊട്ടക്ഷനും കളമശ്ശേരിക്കാർക്കുണ്ട്. ബുദ്ധിയും തന്ത്രവും കൊണ്ട് അതിനെ നേരിടണം. പറ്റുവോ? എടപ്പള്ളിക്കാര് തോൽക്കരുത്. തോറ്റ ചരിത്രം ഇന്നുവരെയില്ല. എന്തു മോഹിച്ചാലും കൈക്കലാക്കണം. അച്ഛൻ തോക്കരുത് മകനെ. ജയിക്കണം, ജയിപ്പിക്കണം. എന്നിട്ടുമെന്ന് പറ അശ്വതിയെ നിനക്ക് വേണമെന്ന്. ആരെതിർത്താലും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി. ബാലറ്റിനാണോ? അല്ല, അവന്റെ അച്ഛനാ. അശ്വതിയാണോ? എന്താ മോളെ? അച്ഛൻ എനിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിക്കാൻ പോവാ. എങ്ങനെയെങ്കിലും ബാലേട്ടന്റെ അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. വളർത്തി വലുതാക്കിയ അച്ഛനെ അമ്മയെ അനുസരിക്കുന്നല്ലേ മോളെ നല്ലത്? വെറും ഒരു അന്ധവിശ്വാസത്തിന്റെ പേരില് ഞങ്ങൾ എന്തിനാ വേർപിരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഗുഡ്. എന്റെ മരുമകളാകാൻ യോഗ്യതയുള്ള പെണ്ണാണ് നീ. സഖാവ് ശങ്കരമേനോന്റെ കുടുംബത്തിലേക്ക് കയറി വരാൻ 100% യോഗ്യയായ പെൺകുട്ടി. നേരായ മാർഗത്തിലൂടെ ഈ വിവാഹം നടത്താൻ മോടെ അച്ഛൻ സമ്മതിക്കുന്നില്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ചായാലും ഞാൻ വിവാഹം നടത്തി തരും. എടാ ശങ്കര, നിന്റെ അച്ഛനല്ല എന്റെ അച്ഛൻ. ഈ വീട്ടിൽ ഒരു ഈ ചെലങ്ങിയ ഞാൻ അറിയും. എന്റെ മകളെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിക്കാമെങ്കിൽ അവളെ കെട്ടിച്ചയക്കാൻ എനിക്കറിയാം. അതിന് നീ ബ്രോക്കർ ആവണ്ട. എന്നെ കൊന്ന ഇടകുമല്ലേ? ഇനി എന്റെ മോളെ ഒന്ന് കാണാൻ പോലും നിന്റെ മകനെ ഞാൻ അനുവദിക്കില്ല. ഞാൻ ചിലപ്പോ എന്റെ മോളെ ഒരു ഭിക്ഷക്കാരനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു വരും. എന്നാലും എന്റെ അശ്വതിയെ നിന്റെ പറഞ്ഞില്ല. കളമശ്ശേരി കൃഷ്ണൻ നായരുടെ മോക്ക് സഖാവ് ശങ്കരമേനോന്റെ മോനെ ഇഷ്ടമാണെങ്കിൽ രാഖി രാമാനം ഞാൻ അവളെ തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് എന്റെ മോനെ കൊണ്ട് കെട്ടിക്കും. നീ വാ കൊണ്ടുപോവാൻ. പട്ടിപ്പൂച്ചയല്ലേ വന്ന് പിടിച്ചോണ്ട് പോവാൻ. എന്താ നിന്റെ പൊന്നാരെ പോക്കിപ്പോ നമ്മളെയൊന്നും വേണ്ടെന്ന് അവക്ക് ബാലേന്ദ്രന്റെ തന്തയെ പതിയുന്നു. നെഞ്ചുവേദനയ്ക്ക് മരുന്നും കഴിച്ച് കണ്ടിക്കേണ്ട ദൈവങ്ങളോടെല്ലാം ആയുസ് കൂട്ടിക്കിട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോഴാ ഇങ്ങനെ ഒരു ഏടാകൂടം. അച്ഛൻ വാശി പിടിക്കരുത്. ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അതെന്റെ ബാലേട്ടന് മാത്രമായിരിക്കും. എന്റെ ബാലേട്ടനും ഏതെങ്കിലും കാര്യമാണ് നിന്റെ ഏട്ടനായത്? എന്റെ ഭഗവതി, കാലം പോയ പോക്കേട്ടില്ലേ? ഒരൊറ്റ അടിവെച്ചെന്നുണ്ടല്ലോ. ഓടിയെടുത്തു. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന നല്ലൊരു പയ്യനെ കൊണ്ട് ഇതിനെ ഞാൻ കെട്ടിക്കൂ. പൊയ്ക്കോ രൂപീന്ന്. സാറേ, അപ്പൊ സാറേ എന്റെ കാര്യം എന്തായി? എന്ത് കാര്യം? സാറിന്റെ മോളെ ഒരു പിച്ചക്കാരനെ കെട്ടിച്ചെടുക്കുന്ന് പറഞ്ഞല്ലോ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ തീരുമാനം അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ഇറങ്ങി പോണതടി. വേണമെങ്കിൽ മതി, കെട്ടിച്ചെന്ന് നിങ്ങൾക്ക് നല്ലത്. അത് ഞാനല്ല. പ്രകാശ് അവിടെ നിൽക്കണം. നിൽക്കില്ല. പേടിക്കരുത്. നിന്നെ കുത്തിക്കൊല്ലാൻ വേണ്ടി മാത്രമാണ് നിൽക്കാനാ പറഞ്ഞത്. നിൽക്കുന്ന പ്രശ്നമില്ല.
ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ നിരപരാധിയാ. കൊലച്ചിരി തിരിക്കല്ലേ? കള്ളം പറയുന്നോടാ. ഗുണ്ടുവാസുവിന്റെ ചൂരി കിടക്കുന്ന അറിയില്ലടാ. നമ്മൾ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. ഈ ലോകത്തുള്ള സകല ദൈവങ്ങളെയും പിടിച്ച് ഞാൻ ആണയിടാം. ശകുന്തള എന്ന് പറയുന്ന ഒരു പെണ്ണിനെ എനിക്കറിയില്ല. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോ അറിയാതാ കണ്ടുകൂടാ. എനിക്ക് ലോങ് സൈറ്റ് ഉണ്ട്, അടുത്ത് വെച്ച് നോക്കട്ടെ. ഈ ഫോട്ടോ നിന്റേതല്ലേ? ഇത് ഞാനാ. നല്ല ഗ്ലാമർ ഉണ്ടല്ലേ? എങ്കിൽ എന്റെ ആശാന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയതും നീ തന്നെ. അയ്യോ, എനിക്കതിനുള്ള പ്രായമായിട്ടില്ല. അയ്യോ, ഇനി മുൻപ് ഞാൻ ആലോചിക്കില്ല. തിരിച്ചു തരാൻ വന്നതാ. ഇനി നോക്കരുത്. നീ എവിടെ പോയി ഒളിച്ചാലും പിടിക്കും, പിടിച്ച് കെട്ടിക്കും. ഞാനാണ് പ്രകാശ. നീയായിരുന്നു. എല്ലാം ഞാൻ കേട്ടു. ഇനി നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. കല്യാണത്തിന് സമ്മതിക്കുന്നതാണ്. ആരുടെ കല്യാണം? നിന്റെ ശകുന്തളയുടെയും. പ്രകാശ, എടാ പ്രകാശ, നിന്റെ ഡെൽക്കോയിൽ നിളകും. അതാ ചന്ദ്രപ്പം വരുന്നുണ്ട്. കയ്യിലൊരു കത്തിയുണ്ട്. കത്തിയാ? ഫിലിപ്പോസ്, നവാസ്, ഞാൻ എവിടെ പോയി വിളിക്കോടാ? അന്ന് പറഞ്ഞില്ലേ ആരെയും ഭയക്കുന്നവനല്ല നീ എന്ന്. ചന്ദ്രപ്പനെ ഡീൽ ചെയ്തോളാമെന്ന്. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ഒരു ആവശ്യത്തിൽ പറഞ്ഞല്ലേ. ഈ അവസരത്തിൽ നീ എന്നെ പരിഹസിക്കരുത്. നീ അകത്തെ മുറി കയറി ഒളിക്കടാ. അകത്തെ മുറിയിൽ മുഴുവൻ കൊതുകല്ലേടാ. എവിടെയെങ്കിലും പോയി ഒളിക്കടാ. ഒരുത്തൻ കൊല്ലാൻ വന്നിക്കുമോ ഒന്ന് പോടാ. ഞാനിവിടെ ഇല്ലെന്ന് പറയല്ലേ? അല്ല, ഉണ്ടെന്ന്. ഇന്ന് വല്ലതും നടക്കും. എന്റെ ഒരേ ഒരു പെങ്ങളെ പിഴപ്പിച്ച തെണ്ടി എവിടെ? ഞാനല്ലേ? എങ്കിൽ അവനോട് പറഞ്ഞേക്ക് 30 ദിവസത്തിനുള്ളിൽ അവനെ ഞാൻ എന്റെ അടിയിലാക്കുമെന്ന്. ഇത് സത്യം. ചെമ്പകശ്ശേരി ചന്ദ്രപ്പനാണ് പറയുന്നത്. ഓ എന്റെ ദൈവമേ, പരമശിവൻ പണ്ട് തൂമ്പിനകത്ത് അകപ്പെട്ടതുപോലെയായി എന്റെ കഥ. അതെന്താ ആ കഥ? ഒന്ന് പറയൂ. നിനക്കിപ്പോ ഞാൻ കഥയും പറഞ്ഞുകൊണ്ടിരിക്കണം. തെണ്ടി, ആ കേടി എന്നെ അളിയനാക്കാൻ നടക്കുക. അപ്പോഴാണ് അവന് കഥ. അവൻ തല്ലുകയും കൊല്ലുകയൊന്നുമില്ല. ശകുന്തളയെ പ്രകാശം കെട്ടണം. അത്രയേ ഉള്ളൂ അവന്റെ ഡിമാൻഡ്. യഥാർത്ഥത്തിൽ ശകുന്തളയെ നീ ഗർഭിണിയാക്കിയോ പ്രകാശ? എനിക്കൊരു സംശയം. ഒറ്റ ചവിട്ടിയാൻ പറ്റിയും. ഗർഭിണികളെ ഇറക്കി കളിക്കാമെന്ന് എന്നെ ഉപദേശിച്ചതും എന്നെ ഈ വെട്ടിലാക്കിയതും നീ ഒറ്റ ഒരുത്തനാ. എന്നിട്ടിപ്പോ അവന് സംശയം. ചവിട്ടുക ഞാൻ കൊല്ലും. മരണം ഒരു വശത്ത്, ഈ മരണം മറ്റൊരു വശത്ത്. ആ ചന്ദ്രപ്പനെ രക്ഷപ്പെടാൻ ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. ശകുന്തളയെയും കെട്ടി ചന്ദ്രപ്പനും നീയും കൂടെ അളിയനും അളിയനുമായിട്ട് സുഖമായിട്ട് അങ്ങ് കഴിയണം. എന്നാ മറ്റൊരു വഴിയുണ്ട്. ശകുന്തളയെ പാട്ടിലാക്കണം. അവൾ ഗർഭിണിയല്ലെന്ന് ചന്ദ്രപ്പനോട് അവൾ തന്നെ പറയണം. അവളത് പറയൂ? പറയിപ്പിക്കണം. കരഞ്ഞു പറഞ്ഞാൽ അലിയാത്ത സ്ത്രീഹൃദയമില്ല. നേരിട്ട് എന്ന് സങ്കടം ഉണർത്തിക്കണം. ചെല്ലങ്ങോട്ട്. പകല് മുഴുവനേ അയാള് വരാന്തയിൽ വെട്ടുകത്തിനായിക്കൊണ്ട് ഒറ്റ ഇരിപ്പാ. രാത്രിയായ വെള്ളം അടിച്ചൊരു ഒറ്റ കിടപ്പും. എന്നാ പിന്നെ നമുക്ക് രാത്രിയിൽ പോയാലോ? അഭിമാനം രക്ഷിക്കാൻ രാത്രിയാണ് പ്രകാശ നല്ലത്. വാ, നമുക്കിപ്പൊ തന്നെ പോവാം. ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനൊരു സാഹസം വേണോ? വേണം. നീ ചാട് പ്രകാശ, നിന്റെ കൂടെ ഞാനില്ലേ? ദേ, ഗുണ്ടുവാസു നല്ല ഫിറ്റാ. വാസു ഫിറ്റാണെങ്കിൽ ചന്ദ്രപ്പൻ ഫുൾ ഫിറ്റാ. ആ ചന്ദ്രപ്പൻ ഉണർന്ന ഇന്നത്തോടെ എന്റെ അന്ത്യം. അങ്ങനെ സംഭവിച്ചാൽ നിന്റെ ചിതാഭസ്മം ഞാൻ ഗംഗയിൽ ഒഴുക്കും. നീ ചാട്, ചാടിക്കോ. എന്റെ ഭഗവതി, ചാടാ. ദേവി, പേടിക്കണ്ട.
നിന്റെ കാല് പിടിക്കാം. നീ എന്നെ സഹായിക്കണം. അർദ്ധരാത്രി താനെന്താ ഇവിടെ? ഞാനിപ്പോ ഉറക്കെ വിളിച്ചു പോകും. പോവർത്ത്. നിന്റെ ചേട്ടൻ ഉണരും മുമ്പ് എനിക്ക് പോണം. സഹായിക്കാം എന്നൊരു വാക്ക്, അത് മാത്രം മതി. തനിക്ക് എന്ത് സഹായമാ വേണ്ടത്? തന്റെ ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവരുടെ ആ തെറ്റിദ്ധാരണയിൽ നിന്നും ഭീഷണിയിൽ നിന്നും താൻ എന്നെ രക്ഷിക്കണം. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. സാർ അകത്തോട്ട് പോയിരുന്നാട്ടെ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ, അങ്ങോട്ട് പോലെ ചേട്ടനല്ലേ? വാ, ഞാനില്ലേ കൂടെ? വാ, അകത്തോട്ട് പോ. പൊക്കോ, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ? ഈ ഉപകാരം ഞാൻ മറക്കില്ല. എടാ കള്ള പ്രകാശ, ഓർമ്മയുണ്ടോ തനിക്ക് തന്റെ ഓർക്കസ്ട്രക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്? ഞാനത് മറന്നിട്ടില്ല. എന്നെങ്കിലും തന്നെ എന്റെ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. തന്നെ ഞാൻ നാറ്റിക്കും. അയ്യോ, ഓടി വരണേ, കള്ളൻ കള്ളൻ! അയ്യോ, കള്ളൻ കേറി! അയ്യോ, കള്ളൻ വീടിനകത്ത് കയറി സൗകര്യമായിട്ടിരിക്കുന്നു ചേട്ടാ. അയ്യോ അയ്യോ, ചേട്ടാ കള്ളൻ കേറി! അയ്യോ ചേട്ടാ, എന്റെ അപ്പൂപ്പനെ ഇപ്പൊ കാണിച്ചു തരാടാ. അയ്യോ ചേട്ടാ, ഓടി വരണേ, കള്ളൻ! ഇവൻ അവനാ, മറ്റവൻ ഫോട്ടോ ഫോട്ടോ. നീ ശകുന്തളയെ സ്ഥിരമായി കാണാനാണോ? ഞാൻ കഴിയാം. ഞങ്ങൾക്ക് അതിനുള്ള തെളിവുകളും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ അവന്റെ കട്ടപ്പുക. എന്നെ പരസ്യമായി അപമാനിച്ച് ഇവനെ വെറുതെ വിടരുത്. എന്താ ശകുന്തളയെ പ്രേമിച്ച് വഞ്ചിച്ചവനാണ് ഈ നിൽക്കുന്നത്. ശകുന്തള ഗർഭിണിയാണ്. ഗർഭിണിയോ? നീ അക്ഷരമുണ്ടണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. മിണ്ടി പോകരുത്. നാളെ കാലത്ത് നിങ്ങളുടെ വിവാഹം നടത്തണം. വിവാഹോ? രാത്രിയിൽ പെമ്പിള്ളേരുടെ കിടക്കമുറിയിൽ കയറണവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. കല്യാണ ചെലവ് അവന്റെ ജന്മം പാടു. ഓടിക്കോ. ശങ്കരമേനോ സാറേ, സംഗതി മൊത്തം കുളമായി. എന്താ കാര്യം? കാര്യം അറിയുമ്പോ ആരും ഞെട്ടരുത്. പ്രകാശൻ ഉണ്ടല്ലോ, നമ്മുടെ പ്രകാശൻ. എത്ര മണിക്കായിരുന്നു സംഭവം? എന്ത് ആത്മഹത്യയായിരുന്നു, കൊലപാതകമായിരുന്നു? കൊലപാതകമല്ല, വിവാഹം. അവന്റെ കല്യാണം ഇപ്പൊ നടക്കും. കല്യാണം? അതെ, ചെമ്പകശ്ശേരി ചന്ദ്രപ്പന്റെ സഹോദരി ശകുന്തളയാണ് പ്രതിഷ്ഠിത വധു. പിടിച്ചു കെട്ടി കല്യാണം നടത്താൻ പോവുക. ഉള്ളതുപോലെ പറ ഫിലിപ്പോസേ. സത്യം, അന്തോണീസ് പുണ്യാളനാണ് സത്യം. ഇന്നലെ രാത്രി പ്രകാശൻ ചന്ദ്രപ്പന്റെ വീടിന്റെ മതിലെടുത്ത് ചാടി. ചാടല്ലേ ചാടല്ലേ എന്ന് ഞാൻ പുറകെ വിളിച്ചു, കേട്ടില്ല. എന്നിട്ടും ചാടി ശകുന്തളയുടെ മുറിയിൽ കയറി. ശകുന്തള ബഹളം ഉണ്ടാക്കി. നാട്ടുകാർ ഓടിക്കൂടി പ്രകാശനെ കസ്റ്റഡിയിലെടുത്തു. തറവാടിന്റെ മാനം പോയില്ലേ? ഇനി തറവാടിന്റെ മാനം നോക്കിയിട്ട് കാര്യമില്ല. വേഗം ചെല്ലി ചെന്ന് നോക്ക്. കാറ്റുപോയ ബലൂണ് പോലെയാ ഇപ്പൊ പ്രകാശന്റെ അവസ്ഥ. ഇപ്പൊ ചെന്നാ കല്യാണം മുടക്കും. എനിക്കൊന്നും അറിയില്ല. ഇവരെല്ലാം കൂടി എന്നെ ബലാത്കാരമായിട്ട് പിടിച്ച് കെട്ടിച്ചതാ. എന്നാലും ഇതുപോലെ കടന്ന കൈയായി പോയി. അതെ, കൊടുംചതിയായി പോയി. ബാല, നീങ്കിലും എന്നെ രക്ഷിക്കണം. എന്താ ഇതൊക്കെ? എന്താടാ വാസു? മേനോൻ സാറിനെ കരുതിയാ ഞാൻ ഇവനെ കൊല്ലാഞ്ഞത്. ഇവരുടെ പെങ്ങളെ ചതിച്ചു. ചതിച്ചെന്നോ? എന്നെ ആരും ചതിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ശകുന്തള പറയുന്നത് കേട്ടോ. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. സ്നേഹമുള്ള പെമ്പിള്ളേർ അങ്ങനെ പറയൂ. ശകുന്തള സ്നേഹസമ്പന്ന ഒരു പെൺകുട്ടിയാണ്. ആയിക്കോട്ടെ. പക്ഷെ എന്നെ ആരും സ്നേഹിക്കണ്ട. ഞങ്ങൾ തമ്മിൽ യാതൊരു മുൻപരിചയവും ഇല്ല. കള്ളം, പച്ചക്കള്ളം. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇവനും ഈ ശകുന്തളയും തമ്മിൽ കഴിഞ്ഞ 4 കൊല്ലക്കാലമായി അസ്ഥി പിടിച്ച പ്രേമാണെന്നുള്ള കാര്യം എനിക്കറിയാം. പെൺശാപം പിടിച്ച് പറ്റരുത് പ്രകാശ. അത് തെറ്റ് തെറ്റ് തെറ്റ്. അളിയോ, എല്ലാം പറയാം. അതായത് എന്റെ ഗർഭം, ഇവളുടെ ഗർഭം, അളിയന്റെ ഗർഭം. നീ ഒരു അക്ഷരം മിണ്ടണ്ട. ഏതായാലും പ്രകാശ, നീ ഒരു പെണ്ണിന്റെ കഴുത്തി മിന്നു കെട്ടി. അളിയ, ഞാൻ മിന്ന് കെട്ടിയതല്ല. യുവന്മാരെല്ലാം കൂടി ആയുധങ്ങളുടെ ബലത്തിൽ എന്നെ കൊണ്ട് കെട്ടിച്ചതാണ്. ആയിക്കോട്ടെ, പണവും പ്രതാപവും സ്നേഹബന്ധത്തിന് അതിപരമ്പുകളല്ല. ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ വീണ താലിയുടെ മാന്യത നീ കാക്കണം. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അളിയെ എതിർക്കണം. ഈ വിവാഹത്തിന് ഞാൻ സമ്മതം മൂളുന്നു. ആദ്യ രാത്രി കഴിയുന്നതുവരെ വാളും പരിചയം അവന്റെ പുറകിൽ തന്നെ ഉണ്ടാവണം. നമസ്കരിച്ചേട്ടെ.
നമസ്കരിക്കണം. നമസ്കരിച്ചേ. അനുഗ്രഹം വാങ്ങ്. അനുഗ്രഹം വാങ്ങ് പ്രകാശ. ഞാൻ നമസ്കരിച്ചിട്ടില്ല. ഈ വിവാഹം സാധുവല്ല. ആയുഷ്മാൻ ഭവ. കൺഗ്രാലേഷൻസ്. അതെ, നാട്ടു നടപ്പനുസരിച്ച് മണവാട്ടി പാലും കൊണ്ട് 10 മണിക്ക് മുമ്പേ മണിയറയിലെത്തും. മണവാളൻ ഇങ്ങനെ നിലാവത്ത് അടിച്ചുവിട്ട കോഴിയെ പോലെ ഇവിടെ ഇരുന്നാലോ? ഇത് മണവാളൻ ആദ്യ രാത്രിയിൽ അടിച്ച് വിറ്റോ? എന്റെ ജീവിതം തകർത്ത മഹാപാവി. ഇന്നു മുതൽ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാണ്. അതിനുത്തരവാദി നീ ഒറ്റ ഒരുത്തനാ. ഇന്ന് നിന്റെ ആദ്യ രാത്രിയാണ്. ഒരു അനന്തരം ചെയ്യാനുള്ള എല്ലാ കടമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. മണിയറ ഒരിക്കലും ഞാനാ ചെന്ന് നോക്ക് കലക്കിയിട്ടുണ്ട്. ഞാൻ നിന്റെ ആരാടാ? അമ്മാവൻ. സ്വന്തം അമ്മാവന് മണിയറ ഒരുക്കുന്ന നീ ഈ കണക്കിന് പോയാൽ സ്വന്തം തന്നയ്ക്ക് വരെ മണിയറ ഒരുക്കൂടാ. ഏയ്, ഇന്നെന്തായാലും ഒരു മർഡർ ടെൻഡൻസി പ്രകാശൻ അമ്മാവൻ ഉണ്ടാവാൻ വഴിയില്ല. കൊല്ലൂടാ. കൊന്നിട്ട് നേരെ തൂക്കുമരത്തിൽ കയറും. ആദ്യ രാത്രിയുടെ മാധുര്യം നുകരാതെ ഏതെങ്കിലും ഒരു ഭർത്താവ് തൂക്കുമരത്തിലേക്ക് പോകുമോ? ഇല്ല. എന്റെ പൊന്നമ്മാവൻ എഴുന്നേറ്റ് അമ്മാവിന്റെ അടുത്തോട്ട് ചെല്ല്. അമ്മ എവിടെ പ്രാണനാഥനെയും കാത്തിരിക്കുക. ഇന്നത്തെ രാത്രി ശിവരാത്രി. ഇന്നെനിക്ക് ഭീകര രാത്രിയാണ്. ഐശ്വര്യ റായിയെ പോലെ, സുസ്മിത സെന്റിനെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നടാ എന്റെ സ്വപ്നങ്ങൾ നിറയെ. എല്ലാം ലത്തൂരിലെ ഭൂകമ്പം പോലെ നീക്കച്ചേർന്ന് തകർത്തു. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ അമ്മായിയുടെ സൈഡ് പോസ് കണ്ടു. സുസ്മിതാസൻ തന്നെ. ഇങ്ങനെ നോക്കിയ ഐശ്വര്യ റോയ്, ഇങ്ങനെ നോക്കിയ സുസ്മിതാസൻ. പിന്നെ നേരിട്ട് നോക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ട്. എടാ, സ്ത്രീയുടെ സൗന്ദര്യം തൊലിപ്പുറത്തല്ല, മനസ്സിലാ. അത് മറക്കണ്ട. പിന്നെ നീ അശ്വതിയെ കണ്ടാ നടക്കുന്നത്? വിധി അതെന്റെ വിധി, ഇത് നിന്റെ വിധി. ഈ രാത്രിയിൽ അമ്മായിയെ കണ്ണീര് ഉടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എഴുന്നേക്കണം. മണിയറയിലേക്ക് നടക്കണം. അമ്മായിയോട് കാത്തിരിക്കണം. മണിയറയിലേക്ക് നടക്കണം. മണിയറയിലേക്ക് നടക്കണം. എന്നെ ഈ നരകത്തിലേക്ക് തള്ളിവിടരുത്. നിങ്ങളെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി ഈ വീട്ടിലുള്ള എല്ലാവരും നേരത്തെ ഉറങ്ങി. ഇവന്റെ തനിനിറം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങാതിരുന്ന. ഇനി പുറത്തേടാൻ അനുവദിക്കരുത്. ഇനി പുറത്തേക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല. ബാലേന്ദ്രൻ പൊക്കോ. ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ ഒരു അമ്മായിയെ തന്നെയാ ഞാൻ സ്വപ്നം കണ്ടത്. അമ്മായിമാരെ വരെ സ്വപ്നം കാണുന്ന നീ കൊല പിടിക്കണടാ. നോ കമന്റ്സ്. കേട്ടോ അമ്മായി, ഒറ്റ രാത്രി കൊണ്ട് എന്റെ അമ്മാവനെ തങ്ക കമ്പിയാക്കി എടുക്കണം. ഗുഡ് നൈറ്റ്. ചേട്ടാ, ഏത് മുറയ്ക്ക് ചേട്ടാന്നോ അനിയാന്നും വിളിക്കാം. നമ്മൾ നിങ്ങൾ എന്ത് ബന്ധം? എന്ത് ബന്ധമാണ്? എന്ത് ബന്ധം? സ്വർണ്ണ ചരടാ ഈ കഴുത്തി കിടക്കുന്നത്. ഇതിന്റെ അറ്റത്തൊരു താലിയുണ്ടോ? നിന്റെ ചേട്ടനും മറ്റവന്മാരും ചേർന്ന് ഗുണ്ടായുസത്തിനോട് ഒപ്പിച്ചേലടി. ഇത് നീ തന്നെ സ്വയം കെട്ടു തൂക്കിയല്ലോടി. അതിങ്ങ് ഊരിത്താടി. എന്റെ താലിയെ തൊട്ട് കളിച്ച എന്റെ വിധമാറും പറഞ്ഞേക്കാം. ഇന്ന് ആദ്യ രാത്രി എത്തി. ആ പാല് പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് താ. അല്ല, എനിക്ക് കുടിക്കാനുള്ള ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ. ഇനി മുതൽ ഇതാടി എന്റെ പനി. മണിയറ നന്നായിരിക്കുന്നല്ലേ? നല്ല ബെസ്റ്റ് മണിയറ. മണിയറക്കാർക്ക് വെയിറ്റ് ചെയ്യാതല്ലേ. നല്ല കളർഫുൾ, പച്ച മഞ്ഞ ചുവപ്പ്, നല്ല ഡിസ്റ്റിയാർ കളർ പകർത്ത് കളയുകയാണ്. എനിക്കിന്ന് ഭീകര രാത്രി അടി. ലൈഫ് നീയൊക്കെ തകർത്തില്ലേ ബാല? നീയൊക്കെ യവനെ വരച്ച വരെ നിർത്തിയില്ലെങ്കിൽ എന്റെ പേര് ശകുന്തള എന്നല്ല. പ്രകാശ, നീ ഇവിടെ വന്നിരിക്കുക? ആരും എന്റെ അടുത്ത് വരണ്ട. ഒരു വശത്ത് മരണം, മറുവശത്ത് ശകുന്തള. അല്പ സ്വസ്ഥത കിട്ടാനാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നു മുതൽ ഞാനൊരു ഏകാന്ത പതികനാണ്. ഒറ്റ മനുഷ്യനെ എനിക്ക് കാണണ്ട. പ്രകാശ, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നു. സാഗരം പോലെ ഇളകി മറിഞ്ഞു കിടക്കുന്ന നിന്റെ മനസ്സിന് ഒരല്പം റിലാക്സ് വേണം. നീ ഒരു ഗായകനല്ലേ? സംഗീതം സുഖപ്പെടുത്താത്ത വേദനയില്ലെന്ന് നീ തന്നെയല്ലേ പറയാറുള്ളത്? ഇതാ, നിനക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത കുറെ ഗാനങ്ങൾ. ഇതെട്ട് കേട്ട് സന്തോഷിക്കും. മരണം
വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം ഇതേത് രാഗം? മഞ്ചലുമായി എന്താ പതിവില്ലാത്തൊരാലോചന? മനസ്സിനൊരു സ്വസ്ഥതയില്ല. അശ്വതി ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അകറ്റാൻ ശ്രമിക്കും തോറും അവർ അടുത്തുകൊണ്ടിരിക്കുക. ബാലനെ അല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ല എന്നാ അവള് പറയുന്നത്. അതൊക്കെ എല്ലാ പെമ്പിള്ളേരും പറയും. മറ്റൊരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എത്ര കിഴങ്ങനായാലും ഇതുപോലെ നല്ലൊരു ഭർത്താവിനെ എനിക്ക് ലോകത്ത് കിട്ടില്ല, മോസ്റ്റ് അഡ്ജസ്റ്റബിൾ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. പഴയവനെ തള്ളി പറയുകയും ചെയ്യും. അതാണ് ഈ സ്ത്രീ. എല്ലാ സ്ത്രീകളെയും ഒരേപോലെ കാണരുത്. മുള്ളിന്റെ മൂട്ടിലെ മുള്ളു ജനിക്കും. നമ്മൾ ഇനി എത്ര ഉപദേശിച്ചാലും അശ്വതി ബാലനെ അല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ല. ഒന്നുകളെ ഞാൻ അവളെ എന്തിനാ വാശി പിടിക്കണത്? അതാണ് അവളുടെ ഇഷ്ടമെങ്കിൽ അങ്ങ് നടത്തി കൊടുത്താൽ എന്താ? ഞാൻ കെട്ടിയ താലതിന്റെ കഴുത്തെ കിടന്ന് തൂങ്ങുന്നെന്ന് നിനക്ക് സൂഹിക്കുന്നില്ല അല്ലേ? അവളെ അവനെ കെട്ടിച്ചു കൊടുത്തിട്ട് എന്റെ പെണ്ണം വെച്ചാൽ നിനക്ക് സമാധാനമാവൂ? ഓ, അങ്ങനെയൊന്നും വരില്ല. എല്ലാത്തിനും ചവിട്ടി പുറത്താക്കി ഞാൻ. ഭർത്താവ് ചത്താലും മകളുടെ കഴുത്തിൽ താലി കയറിയാ മതി എന്ന് ഒരു ഭാര്യയെ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്റെ ഭഗവതി! അയ്യോ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. മോളുടെ കണ്ണീര് എനിക്ക് കാണാൻ വയ്യ. പെറ്റ വയറിനെ അതിന്റെ വേദന അറിയും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നീ അവളുടെ സൈഡാ. എന്നാൽ ഇനി അവൾക്ക് ഞാൻ മറ്റൊരു വിവാഹം ഉറപ്പിക്കുന്നവരെ അവളെ നിന്റെ കൂടെ നിർത്തുന്നില്ല. പിന്നെ എങ്ങോട്ട് കൊണ്ടുപോവാൻ? ദേവപ്രശത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും ബഹളത്തിനിടയിൽ എനിക്ക് അവളെ നോക്കിയിരിക്കാൻ സമയമുണ്ടായില്ല. ആ തക്കം നോക്കി അവൻ അശ്വതിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോയാലോ നീ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അവളെ ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. ചെറുക്കന്റെ ജാതക പ്രകാരം പെണ്ണിന്റെ തള്ള ചത്തുപോകുന്നായിരുന്നെങ്കിൽ നീ എന്നെ സമ്മതിക്കുമായിരുന്നോ? എടീ, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കാൻ കൊതിയുണ്ട്. ഇത് ഓയോയോ ഓ എന്റെ പുക കണ്ടിട്ട് നിനക്ക് പോകാമെന്നായിരിക്കും. തന്തയ്ക്ക് പിണ്ണം വെക്കാൻ തിരിച്ച് അസുരപ്പിച്ച് നിന്റെ പോകാൻ നടക്കില്ലടി. എന്നെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും എന്റെ കൂടെ പാലേട്ടുണ്ടോ? കൂടെ ഉണ്ടാവാൻ നീ അവനെ കുടത്തിലാക്കിക്കൊണ്ട് നടക്കാനോ? കുപ്പിയിലും കുടത്തിലും ഒന്നുമല്ല. പാലിൽ അവളുടെ മനസ്സിന് പോയില്ലെന്നാ പറഞ്ഞു. അവളെ കൊണ്ടുപോകരുത്. അമ്മയ്ക്ക് കൊല്ലണമല്ലേ? ഇത്രയും കാലം നിനക്കൊക്കെ വേണ്ടി ജീവിച്ച എന്നെ ഇപ്പൊ കൊന്നേ അടങ്ങുമല്ലേ? കയറി പൊടിയകത്ത്. മിസ്സസ് താരാവുമേഷ് അല്ലേ? ഇതേ കൃഷ്ണനാരാ. മോളെവിടെ എത്തിയോ? ആ, എത്തിയല്ലോ. ഓ, എത്തിയെന്ന് പറഞ്ഞാ പോരാ, അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ ഉണ്ട്. ആ റിസീവർ അവളുടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. അശ്വതി, ആ വരുന്നുണ്ട്.